ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് की जय. श्रील प्रभुपाद की जय. गुरु महाराज की जय. हरे कृष्ण ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിൽ നിന്നുള്ള ഭഗവത്ഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. നമ്മൾ ഏത് ശ്ലോകം വരെ എടുത്തത്? 4-ാം അധ്യായം 22 വരെ. 22. വരെ. അപ്പൊ ഭഗവാനെ ഏത് രീതിയിൽ നമ്മൾ ആരാധിക്കണോ അതേ രീതിയിൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാവുമെന്ന് ഭഗവാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ചിലവര് ഭഗവാനെ പ്രഭുവായിട്ട് ആത്മസുഹൃത്തായിട്ട് പുത്രനായിട്ട് ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവും. അത് തദനുസൃതമായിട്ട് അഭീഷ്ട സിദ്ധികളും ഭഗവാൻ നമുക്ക് അരുളും. നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഭഗവാനെ ആരാധന ചെയ്യാം. നമുക്ക് ഒരു ചെറിയ കഥ സ്മരിക്കാം. അപ്പൊ മേൽപ്പത്തൂര് നാരായണ ഭട്ടതിരി സംസ്കൃത പണ്ഡിതനാണ്, കവിയാണ് അല്ലേ? നമുക്കറിയാം ഭക്ത ഉത്തമനാണ് മേൽപ്പത്തൂര് നാരായണ ഭട്ടതിരി. അദ്ദേഹമാണ് നാരായണീയം രചിച്ചത് നമുക്കറിയാം. ഗുരുവായൂരില് അദ്ദേഹം നാരായണീയം രചിക്കുന്ന കാലം. അപ്പൊ പൂന്താനം എന്നുള്ള മറ്റൊരു ഭക്തോത്തമനുണ്ട്. അദ്ദേഹത്തെ കുറിച്ചും നമുക്കറിയാം അല്ലേ? അങ്ങനെ ഒരിക്കല് പൂന്താനത്തിന് വളരെ കാലത്തെ അനപത്യം ഉണ്ടായിരുന്നു. മക്കൾ ഉണ്ടായില്ല. പിന്നീട് ഒരു കുഞ്ഞ് ജനിച്ചു. പക്ഷെ കുഞ്ഞിന്റെ അന്നപ്രാശത്തിന്റെ അന്ന് ആ കുഞ്ഞ് മരിക്കുന്നുണ്ട്. ഇപ്പോഴ് അദ്ദേഹം അറിയാലോ അല്ലെ, എല്ലാവർക്കും വലിയ ദുഃഖം ഉണ്ടാവും. അങ്ങനെ വിഷമം സഹിക്കാനാവാതെ അദ്ദേഹം ഭഗവാനിൽ ശരണാഗതി ചെയ്യാണ്. അങ്ങനെ അദ്ദേഹം കുറെ രചനകൾ നടത്തി നമുക്കറിയാം അല്ലെ? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി, അങ്ങനെയുള്ള വരികളൊക്കെ അദ്ദേഹം ആ കാലഘട്ടത്തിലാണ് രചിച്ചത്. പിന്നെ അദ്ദേഹം ശ്രീകൃഷ്ണ കർണാമൃതം, ജ്ഞാനപ്പാന കുറെ രചനകൾ നടത്തുന്നുണ്ട്.
ഇവിടെ ഒരെണ്ണത്തില് തെറ്റുണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തരൂ എന്ന് പറഞ്ഞ് അങ്ങ് വലിയ പണ്ഡിതനല്ലേ എന്ന് പറഞ്ഞിട്ട് നാരായണ ഭട്ടേരിപ്പാടിന്റെ അടുത്ത് കൊണ്ടു ചെല്ലാണ്. അപ്പോഴ് പറഞ്ഞു, ഓ ഇതില് വിഭക്തിയില്ല, അതുകൊണ്ട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മടക്കി കൊടുത്തു. അപ്പൊ പൂന്താനത്തിന് വളരെ വിഷമായി. അപ്പൊ പൂന്താനം പറഞ്ഞു, ഇനി ഇതൊക്കെ കൊണ്ടുപോയി കത്തിച്ചു കളയാനേ കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചു. ആ നേരം മേൽപ്പത്തൂരിന് ഇങ്ങനെ സ്വപ്നത്തിൽ ദർശനം ഉണ്ടാവുകയാണ്. ഭഗവാൻ ഇങ്ങനെ വന്നിട്ട് പറയാണ്, നിങ്ങളുടെ വിഭക്തിയെക്കാളും എനിക്കിഷ്ടം പൂന്താനത്തിന്റെ ഭക്തിയാണ് എന്ന്. അങ്ങനെ ഇദ്ദേഹം ചെന്ന് പൂന്താനത്തിന്റെ അടുത്ത് ക്ഷമ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഭക്തർക്ക് ഒരിക്കലും അസൂയ പാടില്ല. 23-ാമത്തെ ശ്ലോകം. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസ യജ്ഞായാചരത കർമ്മ സമഗ്രം പ്രവിലീയത്തെ. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബദ്ധനാകാതെ അതീന്ദ്രിയ ജ്ഞാനത്തിൽ പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്നവരുടെ കർമ്മങ്ങൾ ദിവ്യതയിൽ വിലയം പ്രാപിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു കർമ്മം എങ്ങനെ ചെയ്യണം, യോഗമാക്കിയിട്ട് ആ കർമ്മമായിട്ട് അല്ലെ, ആ കർമ്മം അത് ചെയ്ത് അതീന്ദ്രിയ ജ്ഞാനത്താലെ പൂർണ്ണമായിട്ട് ജ്ഞാനാർജിതനായിട്ടുള്ള ആള് എങ്ങനെയാണ് കർമ്മം ചെയ്യുക? ഒരു ഗുണങ്ങളും ബാധിക്കില്ല അല്ലെ, ഗുണാതീതനായിരിക്കും ആ ആള്. അങ്ങനെ കർമ്മങ്ങൾ ചെയ്യണത്, ആ കർമ്മം തന്നെ ഈ ദിവ്യതയില് ചെയ്യുന്ന ആത്മീയമായിട്ടുള്ള കർമ്മങ്ങളായിരിക്കും. അത് ആത്മീയതയിൽ തന്നെ വിലയം പ്രാപിക്കുന്നവയാണ്. അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങള്, ശ്രേഷ്ഠതമമായ കർമ്മങ്ങള്. പൂർണ്ണമായ കൃഷ്ണാവബോധം ഉണ്ടാവുമ്പോൾ ഒരാൾ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മുക്തനാകും. അതോടെ ത്രിഗുണങ്ങളാലുള്ള മാലിന്യവും നീങ്ങും. ഇപ്പോ ദ്വന്ദ്ങ്ങള് നമുക്കറിയാം, സുഖം ദുഃഖം, ജയം പരാജയം, സ്തുതി നിന്ദ, ഇതിലൊക്കെ സമഭാവമാണ് കൈക്കൊള്ള ഒരു ഭക്തൻ. അപ്പോ അങ്ങനെ ചെയ്യുന്ന ആള് ത്രിഗുണത്തിന്റെ മാലിന്യങ്ങളിൽ നിന്നും മുക്തനാവും എന്നാണ്. കൃഷ്ണനുമായി ബന്ധത്തിലുള്ള തന്റെ മൂലസ്വരൂപം അറിയാവുന്ന അയാൾക്ക് മുക്തനാവാം. അപ്പൊ എല്ലാ ചാപ്റ്ററിലും ഭഗവാൻ ഇത് നമുക്ക് ഉറപ്പി വരാൻ വേണ്ടിയിട്ട് പറയാണ്. ഭഗവാനുമായിട്ട് നമ്മുടെ ശാശ്വത ബന്ധം എന്താണ്? നമ്മുടെ മൂലസ്വരൂപം എന്ന് പറഞ്ഞാല് നമ്മൾ ഭഗവാന്റെ നിത്യദാസരാണ്, ഭഗവത് അംശമാണ്. നമ്മൾക്ക് എന്താണ് നമ്മുടെ ഡ്യൂട്ടി? ഭഗവത് സേവനമാണ്. കൃഷ്ണാവബോധത്തിൽ നിന്ന് അയാളുടെ മനസ്സിനെ പിൻവലിക്കാൻ സാധ്യമല്ല. അപ്രകാരം അയാൾ ചെയ്യുന്നത് എന്തും കൃഷ്ണനു വേണ്ടിയാണ്. അയാൾക്ക് വേറെ ഭൗതികമായ ആസക്തികൾ ഒന്നുമേ ഉണ്ടാവില്ല. ഭഗവാനെ വേണം അല്ലെ, ഭഗവാന്റെ തൃപ്തി നോക്കുക. അതിനുവേണ്ടി എത്ര കഷ്ടപ്പാടും നിന്ദയും സഹിക്കാനും തയ്യാറായിരിക്കും ഒരു ഭക്തൻ. പരംപുരുഷനായ കൃഷ്ണനെ പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നവയാണ് യജ്ഞങ്ങൾ. അതുകൊണ്ട് അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം യജ്ഞമായിട്ടാണ് ചെയ്യുക. ഭഗവാന് ഉള്ള യജ്ഞമായിട്ട് എല്ലാ സ്വധർമ്മവും അനുഷ്ഠിക്കുക അല്ലെ. അത് ഭാവനയാണ് നമ്മൾ ആ ഒരു കർമ്മം യജ്ഞമാക്കി മാറ്റുന്നത്. ഇപ്പൊ മാതാപിതാക്കളെ സംരക്ഷിക്കുക, കുട്ടികളെ വളർത്തുക, ഇതൊക്കെയും യജ്ഞമാക്കി മാറ്റാൻ സാധിക്കും നമുക്ക്. നമ്മുടെ ആ ആറ്റിറ്റ്യൂഡ് ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്താൽ മതി. നമ്മുടെ ഭാവന എന്തായിരിക്കണം? ഭഗവാനാൽ നിയോഗിക്കപ്പെട്ട നമ്മള് ഭഗവാന്റെ ഹിതത്തിനായിട്ട് ഇതായി കർമ്മം ചെയ്യുന്നു എന്നുള്ള ഭാവം. യജ്ഞങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളും അതീന്ദ്രിയതയിൽ ലയിക്കുന്നതിനാൽ അയാൾ ഭൗതിക ബലങ്ങളാൽ കഷ്ടപ്പെടുന്നില്ല. അപ്പൊ ആ ഭാവനയോടെ കർമ്മം ചെയ്യുമ്പോൾ അത് യജ്ഞമായി മാറും. മാത്രമല്ല അതിന്റെ പ്രതികരണങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. അതൊക്കെ അതീന്ദ്രിയയിൽ ഇങ്ങനെ ലയിച്ചോളും. അത് നമുക്ക് വരില്ല, പാപമാണെങ്കിലും പുണ്യമാണെങ്കിലും. 24 ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതൗ ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. കൃഷ്ണാവബോധത്തിൽ മുഴുകിയ ഒരാൾ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കായി സ്വയം സമർപ്പണം ചെയ്തുകൊണ്ട് നിശ്ചയമായും ആത്മീയ ലോകത്തിൽ എത്തിച്ചേരുന്നു. അങ്ങനെയുള്ള യജ്ഞത്തിന്റെ ഇത് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. നിശ്ചയമായും എത്തിച്ചേരുന്നു. അങ്ങനെയുള്ള രണ്ടും ആത്മീയ സ്വഭാവമുള്ളവയാണ്. ഇവിടെ നമ്മളുടെ പിക്ചറുകളാ വരുന്നത് സൈഡിലെ ലാപ്ടോപ്പിൽ. അങ്ങനെയാ, അതുകൊണ്ടാ. ഇപ്പൊ ഹരേ കൃഷ്ണ. അപ്പോ അങ്ങനെയാണ്. അപ്പൊ അതിലെന്താ പറഞ്ഞേ?
കൃഷ്ണാവബോധത്തില്. അപ്പോ ഭഗവാനിൽ മനസ്സൂന്നി കർമ്മങ്ങൾ ചെയ്യുമ്പോഴെന്താണ്, ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ആ ഭക്തൻ സ്വയം സമർപ്പണം അല്ലെ ആത്മാർപ്പണം ചെയ്തുകൊണ്ട് നിശ്ചയമായും അയാൾ ആത്മീയ ലോകത്തിൽ എത്തിച്ചേരും. അങ്ങനെയുള്ള യജ്ഞത്തില് എല്ലാം ഭഗവാനാണ്, വേറെ ഒന്നുമില്ല. ഭഗവാനായിട്ട് മാത്രമാണ് എല്ലാത്തിനെയും കാണാൻ അയാൾക്ക് പറ്റുള്ളൂ. ഹവിസാണെങ്കിലും യജ്ഞാഗ്നിയാണെങ്കിലും എല്ലാം ഭഗവാൻ തന്നെയാണ്. ആത്മീയ സ്വഭാവമുള്ളവയാണ്. എല്ലാത്തിലും അദ്ദേഹം ആ പവിത്രത ദർശിക്കും. ഭൗതിക മാലിന്യങ്ങളിൽ അകപ്പെട്ട ബദ്ധ ജീവാത്മാവ് ഭൗതികമായ ചുറ്റുപാടിൽ നിന്ന് പുറത്തു വന്നേ തീരൂ. ഭൗതികതയിൽ ഇങ്ങനെ കൂടുതൽ ആസക്തരായിട്ട് കുടുങ്ങിക്കിടക്കണവര് അല്ലെ, ആ ബദ്ധ ജീവാത്മാവ് മുക്ത ആത്മാവാവണം. അപ്പോഴേ ഭഗവാനെ കിട്ടുള്ളൂ. അപ്പോ ഈ ഭൗതികമായ ഈ ചുറ്റുപാടിൽ നിന്നൊക്കെ പുറത്തു വരണം. എങ്ങനെ? കാഷായ വസ്ത്രം ധരിച്ച് കാട്ടിൽ പോകുന്നും വേണ്ട. നമ്മുടെ മനസ്സാണ് കുറച്ചൊന്ന് മാറ്റേണ്ടത്. ബദ്ധ ജീവാത്മാവിനെ ഈ ഭൗതിക അന്തരീക്ഷത്തിൽ നിന്ന് വിട്ടുമാറാനുള്ള പ്രക്രിയ, അതാണ് കൃഷ്ണാവബോധം അല്ലെ. കൃഷ്ണാവബോധത്തിലേക്ക് വന്നാൽ മതി. എല്ലാ കർമ്മങ്ങളും നമുക്ക് ചെയ്യാം. നമ്മൾ സ്വധർമ്മം ഒന്നും മാറ്റിവെക്കേണ്ട. അതൊക്കെ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അതെല്ലാം ചെയ്യാൻ പറ്റും. നമ്മളുടെ ആ അവബോധത്തില് ഒരു പവിത്രത കൊണ്ടുവരിക. ഭഗവാനാണ് എല്ലാം എന്നുള്ള ആ ഒരു ബോധം ഉണ്ടാവുക. ക്ഷീരോത്പന്നങ്ങളുടെ അമിത ഉപയോഗത്താൽ കുടൽ രോഗം ബാധിച്ച ഒരാൾക്ക് പാലിൽ നിന്നുള്ള മറ്റൊരു ഉൽപ്പന്നം ഔഷധമാവും. നമുക്കറിയാം. ഭൗതികതയിൽ മുഴുകിയ ബദ്ധനായ ഒരു ആത്മാവിന് കൃഷ്ണാവബോധമാണ് പ്രത്യൗഷധം. അപ്പൊ ഈ ഭൗതികതയിൽ മുങ്ങിത്താണ് നടക്കണ ഈ ഭവസാഗരത്തിലെ കയത്തിൽ താഴ്ന്നു പോവാണ്. അത് ഒരു ആശ്രയം ഇല്ലാതെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആരാ ആശ്രയം? ഭഗവാനെ ആശ്രയം അല്ലെ. ശരണാഗതി ചെയ്താല് അതാണ് പ്രത്യൗഷധമായിട്ട് മാറുക. ഭൗതിക പദാർത്ഥം എന്ന് പറയപ്പെടുന്നത് പരമസത്യത്തിനായി വിനിയോഗിക്കുമ്പോൾ അതിന് ആധ്യാത്മിക ഭാവം വീണ്ടും കിട്ടുന്നു. എല്ലാ ദ്രവ്യങ്ങളും അല്ലെ, അത് ദേവദത്തമായാലും മനുഷ്യനിർമ്മിതമായാലും എന്തും ഭഗവത് സേവനത്തില് വിനിയോഗിച്ചാല് അതിനെല്ലാം ആത്മീയമായ ഒരു തലം കൈവരും. കൃഷ്ണാവബോധം കൊണ്ട് ഈ മറ ഉടനെ നീക്കാം. അപ്രകാരം കൃഷ്ണാവബോധത്തിനർപ്പിക്കപ്പെട്ടവയും ഈ നിവേദ്യത്തിന്റെ ഭോക്താവും ഉപഭോഗ പ്രക്രിയയും നിവേദകനും ഫലവുമെല്ലാം ചേർന്നതാണ് ബ്രഹ്മൻ അഥവാ നിരപേക്ഷ തത്വം. നിരപേക്ഷ തത്വം എന്ന് പറഞ്ഞാല് എല്ലാം ആ പരമസത്യം തന്നെയാണ് അല്ലെ. നിവേദ്യത്തിന്റെ ഭോക്താവും ആ ഉപഭോഗ പ്രക്രിയയും അല്ലെങ്കിൽ നിവേദകനും ഫലവും എല്ലാം ആ ബ്രഹ്മനാണ്, അല്ലെങ്കിൽ ഭഗവാനാണ്. ആ പരമ നിരപേക്ഷ തത്വമാണ്. ഭൗതിക പദാർത്ഥം എന്ന് പറയപ്പെടുന്നത് പരമസത്യത്തിനായി വിനിയോഗിക്കുമ്പോൾ അതിന് ആധ്യാത്മിക ഭാവം വീണ്ടു കിട്ടുന്നു പറഞ്ഞതാ. ആധ്യാത്മിക നിലയിൽ യജ്ഞകർത്താവും യജ്ഞദ്രവ്യവും അതിന്റെ ഭുക്തിയും യജ്ഞത്തിന്റെ യജമാനനും യജ്ഞഫലവും എല്ലാം നിരപേക്ഷ തത്വത്തിൽ ഏകഭാവം കൈക്കൊള്ളും. ഇതാണ് കൃഷ്ണാവബോധത്തിന്റെ രീതി. എല്ലാം ഭഗവാൻ തന്നെ എന്നറിയുമ്പോ പിന്നെ വ്യത്യാസമില്ല അല്ലെ, വേർതിരിവില്ല, ഉച്ചനീചത്വങ്ങളില്ല. 25 ദൈവമേവാപരേ യജ്ഞം യോഗിന പര്യുപാസതേ ബ്രഹ്മാഗ്നാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. ചില യോഗികൾ വിവിധ യജ്ഞങ്ങളാൽ ദേവന്മാരെ യഥാവിധി ആരാധിക്കും. മറ്റു ചിലർ പരബ്രഹ്മ തേജസ്സിൽ യജ്ഞങ്ങൾ അർപ്പിക്കും. യോഗികളുടെ തലം ആണ് പറയണത്. ദേവന്മാരെ ആരാധിക്കുന്നവരുണ്ട്. അതല്ല ബ്രഹ്മജ്യോതിസില് പരബ്രഹ്മ ജ്യോതിസില് യജ്ഞം അർപ്പിക്കുന്ന കൂട്ടരുണ്ട്. ദേവന്മാർക്കുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന മറ്റു ചിലരുണ്ട്. കൂടാതെ ഭഗവാന്റെ അവ്യക്തിഗത ഭാവത്തെ പരബ്രഹ്മത്തെ യജ്ഞങ്ങൾ കൊണ്ട് ഉപാസിക്കുന്നവരുണ്ട്. അങ്ങനെ പല വിഭാഗങ്ങളിലെ പലതരത്തിലുള്ള യജ്ഞങ്ങളുണ്ട്. വിഷ്ണു ഭഗവാനെ പ്രീണിപ്പിക്കാനുള്ളവയാണ് യജ്ഞങ്ങളെല്ലാം. എല്ലാത്തിന്റെയും ഭോക്താരം യജ്ഞ തപസാം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എല്ലാത്തിന്റെയും എൻജോയർ, ആസ്വാദകനാരാ? കൃഷ്ണാവബോധത്തിലുള്ള കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിൽ മുഴുകിയിരിക്കുന്ന ഒരാളെ മഹായോഗി എന്നോ ജ്ഞാനവര്യൻ എന്നോ വിളിക്കാം. യോഗി എന്ന് പറഞ്ഞാല് ഇങ്ങനെ മറ്റ് അന്യദേവതകളെ ആരാധിക്കുന്നവരോ അതല്ലെങ്കിൽ ബ്രഹ്മജ്യോതിസിനെ ആരാധിക്കുന്നവരെ മാത്രമല്ല, പിന്നെയോ കൃഷ്ണാവബോധത്തിലുള്ള കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിൽ മുഴുകിയിരിക്കുന്നവരും യോഗി തന്നെയാണ്. അവര് ഗൃഹത്തില് താമസിച്ചോട്ടെ, അതൊന്നും പ്രശ്നമില്ല. കൃഷ്ണാവബോധമുള്ളവർ തങ്ങളുടെ സർവഭൗതിക സമ്പത്തും ഭഗവത് പ്രീതിക്ക് വേണ്ടി അർപ്പിക്കുന്നു. മറ്റു ചിലർ ക്ഷണികങ്ങളായ ഭൗതിക സുഖങ്ങൾക്കു വേണ്ടി ഇന്ദ്രൻ, സൂര്യൻ മുതലായ ദേവന്മാരെ സ്വന്തം ഭൗതിക സമ്പത്തുകളാൽ യജിക്കുന്നു.
നമുക്കുള്ളത് എന്തും അല്ലേ ഭഗവാന്റേതാണ് എന്ന ഒരു ഭാവന ഉണ്ടാവണം. അല്ലാതെ മറ്റുള്ളവരെ ക്ഷണിക സുഖങ്ങള് നേട്ടങ്ങൾക്കൊക്കെ വേണ്ടി ഇന്ദ്രൻ, സൂര്യൻ, അങ്ങനെ പല ദേവന്മാരെയൊക്കെ യജിക്കും. അവ്യക്തിഗതവാദികൾ സ്വന്തം വ്യക്തിഭാവത്തെ ബ്രഹ്മത്തിൽ ലയിപ്പിക്കുന്ന യജ്ഞമാണ് അനുഷ്ഠിക്കേണ്ടത്. അവരുടെ കാര്യമാണ് അവ്യക്തിഗതവാദികള്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾക്ക് രൂപമുണ്ട് അല്ലെ, നമ്മൾ ഭഗവാനെ രൂപം കണ്ടിട്ടാണ് നമ്മൾ ആരാധന നടത്തുന്നത്. സർവേശ്വരൻ നിയോഗിച്ച ശക്തരായ ജീവസത്തകളാണ് ദേവന്മാർ. ഈ പ്രപഞ്ചത്തിന് ചൂട്, വെളിച്ചം, വെള്ളം മുതലായവ വിതരണം ചെയ്ത് പരിപാലിക്കുന്നതാണ് അവരുടെ കർത്തവ്യം. ഇപ്പൊ ഓരോരോ ദേവന്മാരെ നമ്മള് യജ്ഞം കൊണ്ട് സന്തോഷിപ്പിക്കണം എന്ന് പറയും അല്ലെ. അപ്പോഴാണ് അവരാൽ ദത്തമായിട്ടുള്ളത് പലതും ഉപയോഗിച്ചാണ് നമ്മള് ജീവിക്കുന്നത്, ധാന്യങ്ങള്, കൃഷിയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. പരമസത്യത്തിന്റെ അതീന്ദ്രിയ സ്വഭാവത്തെക്കുറിച്ച് അറിയാൻ തത്വജ്ഞാനപരങ്ങളായ ഊഹാപോഹങ്ങളിൽ ഏർപ്പെട്ട് സമയം പാഴാക്കുകയാണ്. അത് അവ്യക്തവാദികളുടെ കാര്യം. അർജുനൻ എല്ലാ ഭൗതിക സമ്പത്തും സർവവും തന്നെയും കൃഷ്ണന് വേണ്ടി സമർപ്പിക്കുന്നു. ഉത്തമ യോഗിയാണ് അദ്ദേഹം. അതേസമയവും സ്വവ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല. അപ്പൊ അദ്ദേഹം, അർജുനൻ സ്വന്തം വ്യക്തിത്വത്തിൽ ഉറച്ചു നിന്നിട്ട് തന്നെ യോഗിയാണ്. കാരണം എല്ലാം ഭഗവാനെ സമർപ്പിക്കാൻ തയ്യാറാണ് അല്ലെ, ആത്മസമർപ്പണം ചെയ്തു കഴിഞ്ഞു. 26 ശ്രോത്രാദീനിന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യേ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. ചിലര് കറകളഞ്ഞ ബ്രഹ്മചാരികള്, അവര് ആത്മസംയമനമാകുന്ന അഗ്നിയില് ശ്രവണ പ്രക്രിയകളെയും ഇന്ദ്രിയങ്ങളെയും ഹോമിക്കുന്നു. മറ്റു ചിലർ ആത്മനിയന്ത്രണം കൈവരിച്ച ഗൃഹസ്ഥര് ഇന്ദ്രിയ വിഷയങ്ങളെ ഇന്ദ്രിയമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. അപ്പൊ യോഗികളുടെ തലത്തിലുള്ളവര് സാധാരണ ആളുകളിൽ തമ്മിൽ ഇങ്ങനെ പറയാണ്, അവര് യോഗി ആത്മസംയമനമാകുന്ന അഗ്നി ഉണ്ട് അവർക്ക് ആത്മസംയമനം കൈവന്നു. അവർക്ക് ഒരു വിഭ്രാന്തികളില്ല. അവരുടെ ചിത്തം അടങ്ങി. അങ്ങനെ ആ അടങ്ങിയ ചിത്തത്തിലാണ് അവരിങ്ങനെ ഭഗവാനെ ദർശിക്കുന്നത്. അതാണ് അവരുടെ സമാധി അവസ്ഥ എന്ന് പറയുന്നത്. ആ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അവരുടെ ആത്യന്തികമായിട്ടുള്ള അവരുടെ ആ സങ്കല്പം അവിടെയാണ് സാർത്ഥകമാവുക. എന്ന് വെച്ചാൽ അവര് ഭഗവാനെ ഇങ്ങനെ അന്തരംഗത്തിൽ ഇങ്ങനെ ദർശിക്കാൻ പറ്റും അവർക്ക് ആ സമാധി അവസ്ഥയിൽ ഇരുന്നു കൊണ്ട്. അങ്ങനെ അവരപ്പൊ എന്താ ചെയ്യണേ, എല്ലാ ശ്രവണ പ്രക്രിയകള് അങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന വേളയിൽ അവര് ഒന്നുമേ കേൾക്കില്ല. എല്ലാ ശ്രവണാദി പ്രക്രിയകളെയൊക്കെ അവര് ആത്മസംയമനമാകുന്ന അഗ്നിയിൽ അവര് ഹോമിച്ചേക്കുക. എന്നാല് ഗൃഹസ്ഥരായവരോ ഇന്ദ്രിയ വിഷയങ്ങളെയൊക്കെ ഇന്ദ്രിയമാകുന്ന അഗ്നിയിൽ ഹോമിക്കും. പിന്നെ അവർക്ക് ഇന്ദ്രിയ വിഷയങ്ങളോട് താല്പര്യമില്ല. പിന്നെ എന്തിനോടാ താല്പര്യം? ഭഗവാനോട് താല്പര്യം ഉണ്ടാവും. അങ്ങനെയാണ് ഒരു ഭക്തന്റെ ഉയർച്ച. ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി തികഞ്ഞ യോഗികളോ അതീന്ദ്രിയ ആത്മാക്കളോ ആകേണ്ടവരാണ്. മനുഷ്യ ജീവിതം മൃഗങ്ങൾക്ക് എന്ന പോലെ ഇന്ദ്രിയ സുഖ ലാഭത്തിനു വേണ്ടിയുള്ളതല്ല. നമുക്കറിയാല് ആത്മീയ ജീവിതത്തിൽ പൂർണ്ണത കൈവരിക്കാൻ വേണ്ടി സംവിധാനം ചെയ്തിട്ടുള്ളതാണ് ബ്രഹ്മചാരികൾ. ബ്രഹ്മചാരികളാവുന്നത് ആത്മീയ ജീവിതത്തിൽ ഈ ജന്മത്തിൽ തന്നെ പരിപൂർണത ലഭിക്കണം അല്ലെ. നമ്മളിപ്പോ ഗൃഹസ്ഥരാ, നമ്മൾക്ക് പരിശ്രമിക്കും, നമ്മള് പ്രയത്നിക്കാം നല്ലതുപോലെ. ഈ ജന്മത്തിൽ സാധിച്ചില്ലെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിലെങ്കിലും ഭഗവത് പ്രാപ്തി ഉണ്ടാവട്ടെ. ശുദ്ധ ബ്രഹ്മചാരി ഹരേർ നാമാനുകീർത്തനം അഥവാ ഭഗവത് നാമശ്രവണ കീർത്തനങ്ങളിൽ സദാ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. പ്രാപഞ്ചികങ്ങളായ ശബ്ദബീജികളിൽ നിന്ന് അയാൾ ഒഴിഞ്ഞു മാറുകയും ഹരേ കൃഷ്ണ എന്ന അതീന്ദ്രിയ ശബ്ദസ്പന്ദനങ്ങളിൽ മനസ്സുറപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ആ ആത്മസംയമനമാകുന്ന ആ അഗ്നിയില് എല്ലാ ശ്രവണാദികളെയും ദഹിപ്പിക്കും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ പുറമേ നിന്നുള്ള ആ ബാഹ്യമായിട്ടുള്ള ശബ്ദബീജികളെ ഒക്കെ നിരാകരിക്കും. ഉള്ളിൽ നിന്നുള്ള ആ നാമജപം, ആ സ്പന്ദനങ്ങൾ മാത്രമായിരിക്കും അയാളുടെ മനസ്സിലുണ്ടാവുക. അതിൽ മനസ്സുറപ്പിച്ചിട്ട് അന്തര്യാമിയായിട്ടുള്ള ഭഗവാനെ ഇങ്ങനെ ദർശിക്കും ബ്രഹ്മചാരി യോഗി അവസ്ഥയില്. ഗൃഹസ്ഥൻ ഇന്ദ്രിയ ഭോഗങ്ങൾ അല്പമൊക്കെ ആകാമെങ്കിലും അവ നിയന്ത്രണ വിധേയമായി മാത്രം അനുഭവിക്കുന്നു. നിയന്ത്രിതമായ ലൈംഗിക ജീവിതത്തിന് അനുയോജ്യമായ മാർഗമാണ് വിവാഹം.
ഗൃഹസ്ഥന്മാര് ഇന്ദ്രിയ ആസക്തികളെയൊക്കെ ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയിൽ ഹോമിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവരങ്ങനെ തന്നെയാ അല്ലെ? ഒരു നിയന്ത്രിത ജീവിതമായിരിക്കണം ഒരു ഭക്തനാവാൻ സാധകന് വേണ്ടത്. ഒരു ഭക്തനായിട്ടില്ല, നമ്മളൊക്കെ ഇപ്പോഴും സാധകര് തന്നെയാ. അങ്ങനെയുള്ള സാധകർക്ക് നിയന്ത്രിത ജീവിതമായിരിക്കണം. അമിത ആസക്തി ഒന്നിനോടും പാടില്ല അല്ലെ? ഭൗതികമായിട്ടുള്ള യാതൊരു വിഷയങ്ങളിലും ആസക്തി ഇല്ലാത്തവരായിട്ട്. 27 സർവാണി ഇന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നോ ജുഹ്വതി ജ്ഞാനദീപി. ആത്മസാക്ഷാത്കാരം നേടുന്നതിൽ തൽപരരായ മറ്റു ചിലർ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും നിയന്ത്രണത്തിലൂടെ എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും പ്രാണപ്രവർത്തനങ്ങളെയും നിയന്ത്രിതമായ മനസ്സാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. ഇനി ആത്മസാക്ഷാത്കാരം നേടിയേ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന കൂട്ടര് അവരെന്താ ചെയ്യാ? ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ഒക്കെ നിയന്ത്രണം അവർക്ക് ഉണ്ടാവും. അങ്ങനെ അവരെല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും പ്രാണപ്രവർത്തനങ്ങളെയും ഒക്കെ നിയന്ത്രിത മനസ്സാണ് അവരുടെ അല്ലെ? മനസ്സ് തന്നെയാ നമ്മുടെ ശത്രു മിത്രം എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ആ നിയന്ത്രിത മനസ്സ് ആകുന്ന അഗ്നിയില് അവരിതിനെയൊക്കെ ഹോമിക്കും. ആദ്യം ഇന്ദ്രിയ നിയന്ത്രണം വേണം, പിന്നെ മനസ്സ് മിത്രമാവണം. എന്നാലാണ് ഈ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും പ്രാണപ്രവർത്തനങ്ങളെയും ഒക്കെ ആ അഗ്നിയില് ഹോമിക്കാൻ, മനസ്സാകുന്ന അഗ്നിയില് ഹോമിക്കാൻ സാധിക്കുക. ഇവിടെ എന്താ? ആശുപത്രികളും വൃദ്ധമന്ദിരങ്ങളും ദരിദ്രർക്ക് സൗജന്യമായി ചികിത്സാ വിദ്യാഭ്യാസം തുടങ്ങിയ നൽകുന്നതിനുള്ള ധർമ്മസ്ഥാപനങ്ങളുമുണ്ട്. ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ദ്രവ്യയജ്ഞം, ഇപ്പൊ ഡൊണേഷൻസ് ഒക്കെ ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് അതൊക്കെ ദ്രവ്യ യജ്ഞമാണ്. കർക്കശ നിബന്ധനകൾക്ക് അനുസരിച്ച് ജീവിക്കണമെന്ന് ശപഥം ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ജീവിത സുഖങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് തപോമയ യജ്ഞം. അപ്പോ തപസ് പോലെ ഒരു തപശ്ചര്യയോടെ ജീവിക്കാം, അതാണ് തപോമയ യജ്ഞം. സ്വയം നിരപേക്ഷതയിൽ ലയിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള യോഗനിഷ്ഠയിലോ പ്രത്യേക സിദ്ധികൾക്കായുള്ള ഹഠയോഗം, അഷ്ടാംഗയോഗം എന്നിവയിലോ ഏർപ്പെടുന്നു. ചിലർ തീർത്ഥയാത്രകൾ നടത്തുന്നു. ഭൗതിക ലോകത്തിൽ പൂർണ്ണത നേടാൻ ചെയ്യുന്ന ഇവയെല്ലാം യോഗയജ്ഞങ്ങളാണ്. ചിലര് ചെയ്യും പ്രത്യേക സിദ്ധികൾ നേടാൻ വേണ്ടിയിട്ട് ഹഠയോഗം, അഷ്ടാംഗയോഗം. നമ്മൾ കണ്ടു അല്ലെ? 8 പടികളുണ്ട്. അത് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, അങ്ങനെ ധാരണ, ധ്യാനം, സമാധി അല്ലെ? സമാധി 8ാമത്തെ തലം. അതില് ഭഗവാനെ പ്രത്യക്ഷത്തിലും അല്ലെങ്കിൽ ആന്തരികമായിട്ടും ഒക്കെ ഭഗവാനെ ദർശിക്കാൻ സാധിക്കും ആ യോഗിക്ക്. അതാ അഷ്ടാംഗയോഗ. അതൊക്കെ വലിയ പ്രാക്ടീസ് ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. കുറെ നാളത്തെ പരിശ്രമം വേണം. അതിനൊന്നും പോകണ്ട അല്ലെ? നമുക്ക് ഈസി പ്രോസസ്സ് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഭക്തിയോഗം. എന്നാലും ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിട്ട് ഏതാണ് നമുക്ക് സ്യൂട്ടബിൾ ആയത് ആ വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ഹഠയോഗം എന്ന് പറഞ്ഞാൽ വളരെ വലിയ സിദ്ധികളൊക്കെ നേടും. ചിലവര് പറക്കും ആകാശത്തിൽ കൂടെ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അങ്ങനെ പല ശരീരത്തിന്റെ ഭാരം കൂട്ടും. അതല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാരം വളരെയധികം കുറയ്ക്കാൻ പറ്റും. അണിമ, ഗിരിമ, ലഘിമ, അങ്ങനെയൊക്കെ കുറെ സിദ്ധികൾ ഉണ്ട്. ഭൗതിക ലോകത്തിൽ പൂർണ്ണത നേടാൻ ചെയ്യുന്ന ഇവയെല്ലാം യജ്ഞങ്ങളാണ്. അപ്പൊ ചിലര് തീർത്ഥയാത്ര നടത്തും അല്ലെ? പിന്നെ ധാമങ്ങളിൽ പരിക്രമ നടത്തും. വൃന്ദാവന പരിക്രമ, ഗോവർദ്ധന പരിക്രമ, അങ്ങനെയൊക്കെ. അതൊക്കെ ഒരു തരം തപശ്ചര്യ തന്നെയാണ്. വൈദിക സാഹിത്യം, വിശേഷിച്ച ഉപനിഷത്തുകൾ, വേദാന്ത സൂത്രങ്ങൾ, സാഖ്യദർശനം എന്നിവ വായിച്ച് പഠിക്കുന്നവരായിട്ട് ഇനിയും ചിലരുണ്ട്. സ്വാധ്യായ യജ്ഞം, അതാണ് ഇതിന്റെ പേര്. നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ അധ്യയനം ചെയ്യാം, അത് സ്വാധ്യായ യജ്ഞം. നേരിട്ടുള്ള ഭഗവത് സേവനമായതുകൊണ്ട് ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കൃഷ്ണാവബോധം. മുൻപറഞ്ഞ യജ്ഞങ്ങൾ കൊണ്ട് സിദ്ധിക്കാവുന്നതല്ലാത്ത ഈ അവസ്ഥ കൃഷ്ണന്റെയോ കൃഷ്ണഭക്തന്റെയോ കാരുണ്യം കൊണ്ട് മാത്രമേ ലഭിക്കൂ. അതുകൊണ്ട് കൃഷ്ണാവബോധം ദിവ്യമാണ്. ഇങ്ങനെയൊക്കെ ഓരോരോ മാർഗങ്ങളുണ്ട്. അതിലൊക്കെ പോയാലും പരിപൂർണതയിലെത്താം. എന്നാല് ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് കൃഷ്ണാവബോധം. അങ്ങനെ ഭക്തിയുത സേവനം ചെയ്യുക, ഭക്തിയോഗം അല്ലെ? എല്ലാ കർമ്മങ്ങളും ആ കർമ്മമായിട്ട് ചെയ്യുക. അങ്ങനെ ആവുമ്പോ നമുക്ക് പരിപൂർണതയിലേക്ക് എളുപ്പത്തിലെത്താം. അതാണ് ഭഗവാൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിന് ഒന്നുകിൽ കൃഷ്ണന്റെ കാരുണ്യം വേണം, അതല്ലെങ്കിൽ ഒരു കൃഷ്ണഭക്തന്റെ കാരുണ്യം ഉണ്ടാവണം.
അപ്പോഴാണ് നമുക്ക് ഇതിൽ ഉറച്ചു നിൽക്കാനും അതിൽ മുന്നേറാനും സാധിക്കുള്ളൂ. 28 ദ്രവ്യയജ്ഞാസ്തപോയജ്ഞ യോഗയജ്ഞാസ്തഥാപരേ സ്വാധ്യായജ്ഞാനയജ്ഞാശ്ച യതയ സംശിതവ്രത. സ്വയം പ്രതിജ്ഞാബദ്ധരായി ചിലർ തങ്ങൾക്കുള്ളതെല്ലാം ത്യജിച്ച് ബോധദീപ്തരാവുന്നു. മറ്റു ചിലർ കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ചും അഷ്ടാംഗയോഗ പരിശീലനത്താലും അതീന്ദ്രിയ ജ്ഞാന പുരോഗതിക്കായുള്ള വേദ അധ്യയനത്താലും ഈ അവസ്ഥ കൈവരിക്കുന്നു. ചിലവരെന്താ ചെയ്യാ, എല്ലാം ത്യജിക്കും, നമുക്കുള്ളതെല്ലാം ഭഗവാനായിക്കൊണ്ട് ത്യജിക്കുക, എന്നിട്ട് ബോധദീപ്തരാവും അവര്. മറ്റു ചിലരോ കഠിന തപശ്ചര്യകളൊക്കെ അനുഷ്ഠിക്കും, അഷ്ടാംഗ യോഗ പോലെയുള്ള. അതൊക്കെ കുറെ കഠിനാണ്, കുറെ കാലം എടുക്കുന്ന പ്രോസസ്സാണ്. അങ്ങനെ പരിശീലനത്താലും അതീന്ദ്രിയ ജ്ഞാന പുരോഗതിക്കായിട്ടുള്ള വേദ അധ്യയനത്താലും ഒക്കെ ഈ അവസ്ഥ കൈവരിക്കും. കുറെ ശാസ്ത്രങ്ങള് ഒക്കെ പഠിച്ചു, വേദങ്ങളൊക്കെ ശരിയായിട്ട് മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ട് നമുക്ക് പരിപൂർണത വരുമോ? ഇല്ല. എല്ലാത്തിനും ഭഗവാന്റെയും അല്ലെങ്കിൽ ഒരു ഭഗവത് ഭക്തന്റെയും കൃപ നമുക്ക് ഉണ്ടാവണം. ശ്വാസോച്ഛ്വാസ നിയന്ത്രണത്തിനായുള്ള യോഗ പ്രക്രിയ പ്രാണായാമം എന്നറിയപ്പെടുന്നു. നിശ്ചിത ഇടവേളകളിൽ ശ്വാസം എടുക്കുക, അങ്ങനെയൊക്കെയുള്ളത് ആത്മസാക്ഷാത്കാര പുരോഗതിക്ക് വേണ്ടിയും ഇന്ദ്രിയ സംയമനത്തിനായും വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഏകാഗ്രത കൈവരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അവരിതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. കുംഭക യോഗം പരിശീലിച്ച് ആത്മസാക്ഷാത്കാര പൂർണ്ണതയ്ക്കായി ജീവിത ദൈർഘ്യം കൂട്ടാൻ സാധിക്കും. ഇപ്പോൾ ശ്വാസം അകത്തേക്ക് എടുത്ത് അത് നിലനിർത്തുക കുറെ നേരം, കുംഭകം. അത് പരിശീലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആയുസ്സൊക്കെ കൂടും അത്രേ. ബുദ്ധിമാനായ ഒരു യോഗി അടുത്ത ജന്മത്തിന് കാത്തിരിക്കാതെ ഈ ജന്മത്തിൽ തന്നെ പൂർണ്ണത കൈവരിക്കാൻ ആഗ്രഹിക്കും. അപ്പൊ ഇനി അടുത്ത ജന്മം കിട്ടിയിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണ്, അല്ലെ? ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ മനുഷ്യ ജന്മം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആക്കി എടുത്തിട്ട് ഇപ്പോഴേ നമ്മള് പരിശീലനം ആരംഭിക്കുക ഭഗവത് പ്രാപ്തിക്കായിട്ട്. കൃഷ്ണാവബോധം വന്ന ഒരാൾക്കാകട്ടെ എപ്പോഴും അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ മുഴുകിയിരിക്കയാൽ സ്വാഭാവികമായി തന്നെ ഇന്ദ്രിയ നിയന്ത്രണം സാധിക്കും. അപ്പോ ഭഗവാനിൽ എപ്പോഴും മനസ്സൂന്നാൻ പറ്റുന്ന ആൾക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്ദ്രിയ നിയന്ത്രണം നടന്ന ആൾക്ക് മാത്രമാണ് ഭഗവാനിൽ മനസ്സൂന്നാൻ പറ്റുള്ളൂ, ഏകാഗ്രത കിട്ടുള്ളൂ, അല്ലെ? എല്ലായ്പ്പോഴും കൃഷ്ണന്റെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അയാളുടെ ഇന്ദ്രിയങ്ങൾക്ക് മറ്റു കർമ്മങ്ങളിൽ ചെന്നുപെടാനാവില്ല. എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഭഗവത് സേവന നിരതമാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഇന്ദ്രിയങ്ങൾ മറ്റു വഴിക്കൊന്നും വ്യാപരിക്കാൻ പോവില്ല, അല്ലെ? അപ്പോ ജീവിതാവസാനത്തിൽ കൃഷ്ണന്റെ അതീന്ദ്രിയ തലത്തിൽ സ്വാഭാവികമായും അയാൾ എത്തിച്ചേരും. ആ നിലയ്ക്ക് തന്റെ ഇഹലോക ജീവിതം ദീർഘിപ്പിക്കാൻ ആ ഭക്തൻ ശ്രമിക്കുകയില്ല. അപ്പൊ അങ്ങനെ ഒരു ഭക്തനിപ്പോ ഈ ആയുസ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോണേലൊന്നും വലിയ അർത്ഥം തോന്നില്ല. കാരണം നമ്മുടെ മരണം എന്ന് പറയുന്നത് ഓസ്പീഷ്യസ് ആക്കും, അല്ലെ? ഒരു ഭക്തൻ മരണം എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ടുള്ള മീറ്റിംഗ് ആണ്, അത് എത്രയും പെട്ടെന്ന് ഉണ്ടായിക്കോട്ടെ അങ്ങനെയാണ് വിചാരിക്കുക. അല്ലാതെ മരണത്തിനെ ഭയക്കണില്ല ഒരു ഭക്തൻ. കൃഷ്ണാവബോധവാനായ വ്യക്തി എപ്പോഴും ആ അവബോധത്തിൽ തന്നെ നിലകൊള്ളുന്നു. അതുകൊണ്ട് പതനത്തിന്റെ പ്രശ്നമില്ല. അവസാനം അയാൾക്ക് അജിരേണ ഭഗവത് സന്നിധി പോകുകയും ചെയ്യാം. ഇപ്പോ ഭഗവാനില് ഉറച്ച മനസ്സുള്ള ആള്, ആ ആൾക്ക് എന്താണ്, എപ്പോഴും ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യും, അതിൽ ഉറച്ചു നിൽക്കും, അതിനൊരു മാറ്റമില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് അധപ്പതനം ഉണ്ടാവില്ല. അവസാനം ഭഗവത് സന്നിധി പോകാനും സാധ്യമാവും. 29 ആപാനേ ജുഹ്വതി പ്രാണം പ്രാണാപാനം യഥാപരേ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണായാമപരായണ ആപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി. ശ്വാസചലനത്തെ ഉച്ഛ്വാസത്തിലും ഉച്ഛ്വാസചലനത്തെ ശ്വാസത്തിലും അർപ്പിച്ചുകൊണ്ട് ശ്വാസനിരോധം ചെയ്ത് സമാധിയിൽ വർത്തിക്കുവാൻ താല്പര്യമുള്ള ചിലരുണ്ട്. ഇപ്രകാരം അവർ ശ്വാസത്തെ പൂർണ്ണമായി നിർത്തി അവസാനം സമാധിസ്ഥരാകും. മറ്റു ചിലർ ആഹാര നിരോധത്താൽ ഉച്ഛ്വാസത്തെ അതിൽ തന്നെ ഹോമിക്കും. ഇതൊക്കെ യോഗികളുടെ തലങ്ങളാ പറയണേ, അല്ലെ? ഈ ശ്വാസോച്ഛ്വാസത്തിന്റെ ഈ പ്രാണായാമ പരിശീലനത്തിലൂടെ പല പല സിദ്ധികള് എന്ന് വെച്ചാൽ നിയന്ത്രണങ്ങള്, ഇന്ദ്രിയം, മനസ്സ്, ഇതിനെയൊക്കെ നിയന്ത്രിച്ച് നിലയിൽ നിർത്താനും ഒക്കെ സാധിക്കും. അതിന് അവര് ഓരോന്നില് ഹോമിക്കണമെന്നാ പറയണേ. അപ്പൊ ശ്വാസത്തെ പൂർണ്ണമായി നിർത്തി അവസാനം അവര് സമാധിയിൽ എത്തുന്നു. മറ്റു ചിലര് ആഹാര നിരോധത്താല് ഉച്ഛ്വാസത്തെ അതിൽ തന്നെ ഹോമിക്കുന്നു.
ശ്വാസോച്ഛ്വാസ നിയന്ത്രണത്തിനായുള്ള യോഗ പ്രക്രിയ പ്രാണായാമം. ആത്മസാക്ഷാത്കാര പുരോഗതിക്ക് വേണ്ടിയും ഇന്ദ്രിയ സംയമനത്തിനായും നിർദ്ദേശിക്കപ്പെട്ടതാണ് ഈ യോഗ പ്രക്രിയ. കുംഭക യോഗ പരിശീലനം കൊണ്ട് യോഗി തന്റെ ജീവിതത്തിന്റെ ദൈർഘ്യം അനേക വർഷങ്ങളായി വർദ്ധിപ്പിക്കുന്നു. ഇതിന്റെ ഈ വ്യാഖ്യാനം, ഇത് ഭാവാർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടോ? കൃഷ്ണാവബോധവാനായ വ്യക്തിയുടെ തുടക്കം തന്നെ അതീന്ദ്രിയതയിൽ നിന്നാണ്. അയാൾ എപ്പോഴും ആ അവബോധത്തിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യും. അതുകൊണ്ട് പതനത്തിന്റെ പ്രശ്നമില്ല. കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചാല് പിന്നെ അങ്ങനെയുള്ള ഒരാൾക്ക് അധപ്പതനം ഉണ്ടാവില്ല, പുരോഗതി മാത്രാണ് ഉണ്ടാവുള്ളൂ. 30 സർവേപ്യതേ യജ്ഞവിദോ യജ്ഞക്ഷപിത കൽമഷ യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം. യജ്ഞോദ്ദേശം ഗ്രഹിച്ചവരും യജ്ഞത്താൽ പാപപ്രതികരണങ്ങൾ നീങ്ങിയവരുമാണ് ഈ യോഗികളെല്ലാം. അവർക്കറിയാം അല്ലെ എന്താണ് ഉദ്ദേശം യജ്ഞത്തിന്റെ. പിന്നെ അവരെ പാപങ്ങളൊന്നും എല്ലാം നീങ്ങിപ്പോയി അവരുടെ. അങ്ങനെയുള്ളവര് യജ്ഞഫലങ്ങളുടെ അമൃതം നുകർന്ന അവർ പരമമായ സനാതന വ്യോമത്തിലേക്ക് മുന്നേറുന്നു. എവിടേക്കേ പോവുള്ളൂ? അവർക്ക് വൈകുണ്ഠ ലോകങ്ങളൊന്നും വേണ്ട അല്ലെ. അവർക്ക് വെറുതെ ആ ബ്രഹ്മജ്യോതിസ്, ആ സനാതന വ്യോമത്തിലേക്ക് അവർക്ക് കയറിയാ മതി യോഗികൾക്ക്. ഇന്ദ്രിയ സുഖഭോഗ ആസക്തി അത്രേ ഭൗതിക അസ്തിത്വത്തിന്റെ മൂലകാരണം നമുക്കറിയാം. അതുകൊണ്ട് ഇന്ദ്രിയ സന്ദർപ്പണത്തിൽ നിന്ന് ഭിന്നമായ ഒരു നിലയിൽ വർത്തിക്കാത്തിടത്തോളം കാലം സച്ചിദാനന്ദമായ സനാതന നിലയിലേക്ക് ഉയർത്തപ്പെടാൻ യാതൊരു നിർവാഹമില്ല. ഇപ്പോ ഈ ഇന്ദ്രിയ തൃപ്തിക്ക് അതിന്റെ പിന്നാലെ നടക്കുന്നവർക്ക് സത്ത് ചിത്ത ആനന്ദം അങ്ങനെയുള്ള അത് നമ്മളും ഭഗവാൻ സച്ചിദാനന്ദനാണ്. ഭഗവാന്റെ ആ ഒരു എന്താ പറയാ ദൈവീകമായിട്ടുള്ള ഒരു സ്പാർക്ക് നമ്മളിലുണ്ട് അല്ലെ. അപ്പൊ നമ്മളും സത്ത് ചിത്ത ആനന്ദം തന്നെയാണ്. പക്ഷെ അത് നമുക്ക് അറിഞ്ഞുകൂടാ. മായയാലെ അജ്ഞാനത്താല് നമ്മൾ അതൊന്നും അറിയില്ല. അപ്പോ അതുകൊണ്ടാ നമ്മൾ ഈ സച്ചിദാനന്ദ നിലയിലേക്ക് കംപ്ലീറ്റ്ലി ഉയരാൻ നമുക്ക് സാധിക്കാതെ വരുന്നത്. യോഗികൾക്ക് അതറിയാം. ജീവിതത്തിൽ പുരോഗമിച്ച ഒരാൾ ഈ ജന്മത്തിൽ സന്തുഷ്ടനും ഐശ്വര്യവാനുമാകുന്നത് കൂടാതെ അവസാനം അവ്യക്തിഗത ബ്രഹ്മത്തിൽ ലയിച്ചോ ശ്രീകൃഷ്ണ ഭഗവാനിന്റെ സഹവാസം നേടിയോ ശാശ്വതമായ ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കും. ഇപ്പോ കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ തന്നെ സന്തുഷ്ടിയും ഐശ്വര്യവും കൈവരിക്കാം. കൂടാതെ മരണത്തിന് ശേഷം നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. മുപ്പത്തൊന്ന് നായം ലോകോസ്ത്യ യജ്ഞസ്യ കൃതോന്യ ഗുരുസത്തമ. ഗുരുശ്രേഷ്ഠ, യജ്ഞം അനുഷ്ഠിക്കാതെ ആർക്കും ഈ ലോകത്തിൽ സന്തുഷ്ടിയോടെ ജീവിക്കാനാവില്ല. പിന്നെയാണോ പരലോകത്തില്? ഇവിടെ തന്നെ നമുക്ക് യജ്ഞമായിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യാം. അപ്പൊ സന്തുഷ്ടിയോടെ ജീവിക്കാം. അല്ലാതെ ഇവിടെ യജ്ഞമായിട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് പരലോകത്തിൽ യാതൊരു സുഖവും ഒരു ഗതിയും സദ്ഗതി ഉണ്ടാവില്ല അവർക്ക് അല്ലെ. അജ്ഞാനമാണ് പാപഭരിതമായ ജീവിതത്തിന് കാരണം. അജ്ഞത കൊണ്ടാണ് നമ്മൾ തെറ്റും കുറ്റമൊക്കെ ചെയ്യുന്നത്. അറിഞ്ഞുകൂടാ, അതുകൊണ്ട് തെറ്റിലേക്ക് പോവുകയാണ്. ഈ ഭൗതിക ലോകത്തിലെ നമ്മുടെ നിലനിൽപ്പ് പാപകൃത്യങ്ങളുടെ പെരുകി വരുന്ന പ്രതികരണങ്ങൾ മൂലമാണ്. ഈ ഭൗതികതയില് വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനിൽ കൂടെയാ നമ്മൾ പോണത് അല്ലെ. എല്ലാവരും തമോ ഗുണത്തിലുള്ളവരാ മോസ്റ്റ്ലി പീപ്പിൾ അല്ലെ. കുറെ പേരും അങ്ങനെയുള്ളവരാ. കുറച്ചു പേര് മാത്രാണ് നല്ല സാത്വിക ഗുണം, സദ്ഗുണങ്ങൾ എന്ന് നമ്മൾ പറയും. സദ്ഗുണത്തിലുള്ളവരുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഭൗതിക ലോകത്തിന്റെ നിലനിൽപ്പ് വളരെ പരിതാപകരാണ്. നിയന്ത്രിതമായ ഇന്ദ്രിയ സുഖഭോഗം അവസാനമായി ക്ലേശങ്ങളിൽ നിന്ന് പൂർണ്ണമായും മോചനം നേടാനുള്ള ഉപായം അല്ലെ. ഈ ഇന്ദ്രിയ സുഖഭോഗത്തിനായി കിടന്ന് പാടുപെടുക, അവരവസാനം നിരാശയും ദുഃഖമാണ് അവർക്ക് ഉണ്ടാവുക. അപ്പൊ അതിനൊക്കെ ഒരു കൺട്രോൾഡ് ജീവിതമാവുക അല്ലെ, നിയന്ത്രിതമായിട്ടുള്ള ആ ഇന്ദ്രിയ സുഖഭോഗങ്ങൾ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ക്ലേശങ്ങളിൽ നിന്ന് മോചനം നേടുക. യജ്ഞാനുഷ്ഠാനം കൊണ്ട് വേണ്ടത്ര ആഹാര പദാർത്ഥങ്ങളും പാൽ മുതലായവ ലഭിക്കുന്നതാണ്. നമ്മൾ ഈ യജ്ഞചക്രം കണ്ടതാണ്. അപ്പൊ യജ്ഞങ്ങൾ നടത്തി ദേവന്മാരെ പ്രീണനം ചെയ്യാം. ദേവന്മാരെ അവരാൾ ദേവദത്തമായിട്ടുള്ളതൊക്കെ നമ്മൾ സ്വീകരിക്കുക. അങ്ങനെ നമ്മളൊരു ചക്രം കണ്ടു അല്ലെ. പരസ്പര പ്രീണനം കൊണ്ട് ജീവിക്കുന്നു. നിയന്ത്രിതമായ ഇന്ദ്രിയ പ്രീണനത്തിനായി
വേദങ്ങൾ പവിത്രമായ വിവാഹ കർമ്മം വിധിച്ചു. അല്ലെ, വിവാഹം ചെയ്ത് അവർക്ക് നിയന്ത്രിത ജീവിതം നയിക്കാം. ഭഗവാനുമായുള്ള സമ്പർക്കമാണ് മുക്തിയുടെ പരിപൂർണത. മുക്തിയുടെ പരിപൂർണത എന്ന് പറഞ്ഞാൽ ഭഗവാനെ, അല്ലെ, ഭഗവാന്റെ കോണ്ടാക്റ്റിൽ വരിക, അല്ലെ, നമ്മളും ഭഗവാനും തമ്മില് എപ്പോഴും അസോസിയേറ്റ് ആവാൻ പറ്റുക. അതിന് പറ്റുന്ന ഒന്നാമത്തെ മാർഗമാണ് നാമജപം, അല്ലെ. ഭഗവാനുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ആവും. കൃഷ്ണാവബോധ പരിശീലനം വഴി ആധ്യാത്മിക ലോകങ്ങളിലേക്ക് ഉയരുക എന്നതാണ് മനുഷ്യന് സിദ്ധിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ആനന്ദം. ഇപ്പോ ഏറ്റവും ആനന്ദം, ഇവിടെ കിട്ടുന്ന ആനന്ദമൊക്കെ ക്ഷണികമാണ്, തുച്ഛമാണ്. എന്നാൽ പരമാനന്ദം കിട്ടുക എപ്പോഴാണ്? ആധ്യാത്മിക ലോകങ്ങളിലേക്ക് ഉയരണം. അങ്ങനെ അപ്പോഴാ മനുഷ്യന് സിദ്ധിക്കാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഉത്കൃഷ്ടമായ ആനന്ദമാണ് പിന്നെ കിട്ടുക. അതൊരിക്കൽ കിട്ടിയാൽ നമുക്കൊപ്പം മനസ്സിലാവും. അപ്പോഴാ മനസ്സിലാവുക ഭൗതികതയുള്ളതൊക്കെ എത്രയോ തുച്ഛമായിരുന്നു എന്നുള്ളത്. ഭൗതിക ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് കൃഷ്ണാവബോധം. 32. ഏവം ബഹുവിധാ യജ്ഞാ വിദധാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധിതാൻ സർവാനേവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. പല വിധത്തിലുള്ള ഈ യജ്ഞങ്ങളെല്ലാം വേദസമ്മതങ്ങളാണ്. ഇവ എല്ലാം വിവിധ കർമ്മങ്ങളിൽ നിന്നുള്ളവയുമാണ്. ഈ സത്യം മനസ്സിലാക്കിയാൽ നിനക്ക് മുക്തി നേടാം. ഇപ്പോ വേദസമ്മതങ്ങളായിട്ടുള്ളവയാണ് എല്ലാ തരം യജ്ഞങ്ങളും. ഇതൊക്കെയോ വിവിധ കർമ്മങ്ങളിൽ നിന്നുണ്ടായവയുമാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിയാല് മുക്തനാവാം. യജ്ഞങ്ങളെല്ലാം ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അനുഷ്ഠിക്കാവുന്ന വിധത്തിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. എന്നാൽ അവയുടെയെല്ലാം അന്തിമ ലക്ഷ്യം ശരീരത്തിൽ നിന്നുള്ള മുക്തിയാണ് താനും. ഇത് ഭഗവാൻ സ്വയം വ്യക്തമാക്കുന്നുണ്ട്. പലതരത്തിലുള്ള യജ്ഞങ്ങള് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. എല്ലാം തന്നെ ഈ ശരീരത്തിൽ നിന്നുള്ള ആത്മാവിന്റെ മുക്തിയെ കണക്കാക്കിയിട്ടാണ് പറഞ്ഞു അനുഷ്ഠിക്കപ്പെടേണ്ടത്. 33. ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞപരം തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേന പരിസമാപ്യതേ. ഹേ ശത്രുഞ്ജയ, ദ്രവ്യയജ്ഞത്തെക്കാൾ, അതായത് സ്വന്തമായിട്ടുള്ളതൊക്കെ ത്യജിക്കുക, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനയജ്ഞം. ജ്ഞാനത്തോടെ ചെയ്യുന്ന യജ്ഞം അതിനെക്കാട്ടും ശ്രേഷ്ഠമാണ്. ഹേ പാർത്ഥ, സർവകർമ്മത്യാഗങ്ങളും ഒടുവിൽ ചെന്നെത്തുന്നത് ദിവ്യജ്ഞാനത്തിലാണ്. ഇപ്പൊ എന്ത് വേണം? ഈ ആദ്യം ദ്രവ്യ യജ്ഞം ചെയ്യുക. എല്ലാ ദ്രവ്യങ്ങളും ഭഗവാന്റെ സേവനത്തിൽ വിനിയോഗിക്കുക. ഇപ്പൊ ദ്രവ്യയജ്ഞമായി അത്. പിന്നെ ജ്ഞാനയജ്ഞം, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനാർജനം, പരിപൂർണ ജ്ഞാനം കിട്ടുക. നമ്മളും ശ്രമിക്കണം. കൂടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഭഗവാനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. ഭഗവാന്റെ ആ ജ്ഞാനം ഉണ്ടല്ലോ, ഭഗവാന്റെ കയ്യിലത്തെ ജ്ഞാനം, അത് നമുക്ക് കുറേശ്ശെ റിലീസാക്കി തരണം ഭഗവാൻ. അപ്പോഴാ നമുക്ക് എല്ലാ പരിപൂർണമായിട്ട് ജ്ഞാനാർജിതരാവാൻ സാധിക്കുള്ളൂ. അങ്ങനെ സർവകർമ്മത്യാഗങ്ങളും എല്ലാം ഒടുവിൽ ചെന്നെത്തുന്നത് ദിവ്യജ്ഞാനത്തിലേക്കാണ്. എന്നുവെച്ചാൽ ആ അതീന്ദ്രിയതയിലേക്കാണ്. എല്ലാ യജ്ഞങ്ങളുടെയും ഉദ്ദേശം അതീന്ദ്രിയ പ്രേമത്തോടെയുള്ള ഭഗവത് സേവനത്തിൽ മുഴുകുക. അതാണ് എല്ലാ യജ്ഞങ്ങളുടെയും ലക്ഷ്യം, ഉദ്ദേശം. ജ്ഞാനം നേടാത്തവന്റെ യജ്ഞങ്ങൾ ഭൗതിക തലത്തിൽ തന്നെയാണ്. അപ്പൊ അറിഞ്ഞുകൊണ്ട്, അല്ലെ, ഭഗവാനെ കുറിച്ച് എല്ലാ ജ്ഞാനവും പരിപൂർണമായി നേടിയതിനു ശേഷമാണ് യജ്ഞം ഭഗവാനായിക്കൊണ്ട് ചെയ്യുന്നത്. അതിനാണ് ഫലം ഉണ്ടാവുക. യഥാർത്ഥ ജ്ഞാനം അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ ഉച്ചകോടിയായ കൃഷ്ണാവബോധത്തിൽ എത്തിക്കുന്നു. അങ്ങനെ യഥാർത്ഥ ജ്ഞാനം നേടിയാൽ അത് നമ്മളെ ആ കൃഷ്ണാവബോധത്തിന്റെ പരിപൂർണതയിലേക്ക് കൊണ്ടെത്തിക്കും. 34. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകാണ്, പറ്റുമെങ്കിൽ ബൈഹാർട്ട് ചെയ്യുക. ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് സത്യത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. അദ്ദേഹത്തെ സേവിക്കുക. അദ്ദേഹത്തിൽ നിന്ന് വിനയപൂർവ്വം ചോദിച്ചറിയുക. ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാൾ സത്യം കണ്ടറിഞ്ഞിരിക്കുകയാൽ അദ്ദേഹത്തിന് ജ്ഞാനോപദേശം ചെയ്യാൻ കഴിവുണ്ട്. എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നുണ്ട്, ആത്മീയ പുരോഗതി ആഗ്രഹിക്കുന്നവര് ഒരു ഗുരുവിന്റെ സഹായം തേടണം, ശിഷ്യത്വം സ്വീകരിക്കണം. എന്നാലാണ് ഗുരു നമുക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ, മാർഗ ഒക്കെ കാണിച്ചു തരിക. അപ്പൊ ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ചിട്ട് നമ്മൾ സത്യത്തിനെ അറിയാൻ ശ്രമിക്കണം. അദ്ദേഹത്തെ സേവിക്കണം. അദ്ദേഹത്തിൽ നിന്ന് വിനയപൂർവ്വം ചോദിച്ചറിയണം. അല്ലെ, അദ്ദേഹത്തിന് ഒരുപാട് അറിവുകളുണ്ട്. അതൊക്കെ ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാളായിരിക്കും ആ ഗുരു. അതുകൊണ്ട് സത്യം കണ്ടറിഞ്ഞിട്ടുണ്ട്.
അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ജ്ഞാനോപദേശം ചെയ്യാൻ കഴിവുണ്ട്. ഇപ്പൊ ഇവിടെ രഥത്തിൽ നിൽക്കുന്ന അർജുനൻ ഭഗവാനിൽ ശരണാഗതി ചെയ്തു. 2-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകം നമ്മൾ കണ്ടു. കാർപ്പണ്യ ദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേത യേശ്രേയസ്യ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിവാം താം പ്രപന്നം. അല്ലെ, എന്നെ ശിഷ്യനാക്കൂ, അങ്ങയുടെ എനിക്ക് വേണ്ടത് ഉപദേശങ്ങൾ നൽകൂ, ഞാൻ അങ്ങയുടെ ശിഷ്യനാവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അർജുനൻ ആ രഥത്തിൽ നിന്ന് ഇറങ്ങി താഴെ മുട്ടുകുത്തി നിന്നിട്ടാണ് അല്ലെ ഭഗവാനെ പ്രണമിച്ചുകൊണ്ട് ആവശ്യപ്പെടുന്നത്. അതാണ് വിനയപൂർവ്വം ചോദിച്ചറിയണം. വിനയം വേണം ഒരു ശിഷ്യന്, വിനയം വേണം. അങ്ങനെ ആ ഗുരുവിനെ ധാരാളമായി സേവനവും ചെയ്തു കൊടുക്കണം ഗുരുവിന്. അങ്ങനെ വേണം ഗുരുവിൽ നിന്ന് ഓരോന്നും ചോദിച്ചറിയാൻ. പിന്നെ ആത്മസാക്ഷാത്കാരം നേടിയ സത്യം കണ്ടറിഞ്ഞിരിക്കുന്ന ആളായിരിക്കും ആ ഗുരു. അതുകൊണ്ട് തന്നെ നമ്മളെ ഗുരുവിന് തുല്യനാക്കണം ഒരു ഗുരു. അതാ ഗുരുവിന്റെ ചുമതല. ഗുരുവിന്റെ ആ അറിവ് ജ്ഞാനമെല്ലാം നമുക്ക് പകർന്നു തരികയാണ് ഗുരു ചെയ്യുക. അപ്പോ കണ്ടറിഞ്ഞിരിക്കയാൽ ജ്ഞാനോപദേശം ചെയ്യാൻ കഴിവുണ്ട്. ഭഗവാൻ തന്നിൽ നിന്ന് ആരംഭിച്ച ശിഷ്യ പരമ്പരയിൽപ്പെട്ട വിശ്വാസിനായ ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കാൻ ഉപദേശിക്കുന്നു. ശിഷ്യ പരമ്പര എന്നുള്ള തത്വത്തെ അനുവർത്തിക്കാത്ത ആർക്കും വിശ്വാസിനായ ഒരു ഗുരുവാവാൻ സാധിക്കില്ല. അപ്പോ ഗുരു പരമ്പരയിലൂടെ വന്ന ഗുരുവായിരിക്കണം. അതിന് പ്രാധാന്യമുണ്ട്. ഭഗവാൻ ആദിമ ഗുരുവാണ് അല്ലെ. അപ്പോ നമ്മളിപ്പോ ബ്രഹ്മ മധ്വ ഗൗഡീയ സമ്പ്രദായത്തിലുള്ള ഗുരുക്കന്മാരുടെ അടുത്താണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഒരു പാരമ്പര്യ ഒരു മാർഗം തന്നെയാണ് എന്ന് കരുതാം. മൂഢന്മാരായ നാട്യക്കാർ സൃഷ്ടിക്കുന്ന കപട പദ്ധതികളിലൂടെ ആത്മസാക്ഷാത്കാരം നേടാൻ ആർക്കും സാധ്യമല്ല. അപ്പൊ ഇന്നലെ നമ്മൾ മിഥ്യാചാരന്മാരെ കുറിച്ച് പറഞ്ഞു അല്ലെ. കപട നാട്യക്കാര് പുറമേയൊക്കെ നോക്കുമ്പോ സന്യാസി വേഷമൊക്കെ ഉണ്ടാവും, മനസ്സിലോ അല്ലെ വിഷയ ആഗ്രഹങ്ങൾ ഇങ്ങനെ മിന്നി മറിയായിരിക്കും. മാനസിക ഊഹാപോഹങ്ങൾക്കോ ശുഷ്കവാദങ്ങൾക്കോ ഒരാളെ നേർവഴിക്ക് നയിക്കാൻ സാധിക്കില്ല. വിനയവും സേവനവും ഇല്ലാതെ ആത്മീയ ഗുരുവിനോടുള്ള അന്വേഷണങ്ങൾ ഫലപ്രദങ്ങളാവില്ല. ഇപ്പൊ ഒരു ശിഷ്യന് എന്തൊക്കെയാ ക്വാളിറ്റീസ് വേണ്ടത്? വിനയം ഉണ്ടാവണം അല്ലെ. എന്നിട്ടോ ഗുരുവിനെ സേവിക്കാനുള്ള താല്പര്യം ഉണ്ടാവണം. എന്നിട്ട് ചോദിച്ചറിയണം. ഗുരുവിന്റെ പരീക്ഷണം ഉണ്ടാവും പല ഘട്ടത്തില്. ശിഷ്യനെ പരീക്ഷിക്കും ഗുരു, അതിലൊക്കെ വിജയിക്കാനും പറ്റണം. അതുകൊണ്ട് ശിഷ്യൻ വിനയാന്വിതനും സദാ സേവന സന്നദ്ധനുമായിരിക്കണം. 35 യജ്ഞാത്വാന പുനർമോഹമേവം യാസ്യസി പാണ്ഡവ യേന ഭൂതാന്യശേഷേണ ദ്രവ്യസ്യാത്മന്യഥോമയി. ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം ഗ്രഹിച്ചു കഴിഞ്ഞാൽ നീ ഒരിക്കലും മായയ്ക്ക് അധീനനാവുകയില്ല. സർവജീവികളും പരമപുരുഷന്റെ അംശങ്ങളാണെന്നും അവ എന്റേതാണെന്നും നിനക്ക് സ്പഷ്ടമാവും. അപ്പൊ സാക്ഷാത്കാരം ലഭിച്ച ഒരു ഗുരുവിനെ സമീപിക്കണം, അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയണം വിനയത്തോടെ. അങ്ങനെ ആ യഥാർത്ഥ ജ്ഞാനം അവിടുന്ന് ആ ഗുരുവിൽ നിന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാലോ പിന്നെ അങ്ങനത്തെ ഒരാള് മായയ്ക്ക് അധീനനാവില്ല, മായ പിന്നെ ബാധിക്കില്ല അങ്ങനെയുള്ള ആളെ. സർവജീവികളും പരമപുരുഷന്റെ അംശങ്ങളാണെന്നും അവ ഭഗവാന്റേതാണെന്നും ശരിയായിട്ട് ആ ആൾക്ക് മനസ്സിലാവും. ഇപ്പോ എല്ലാ ജീവികളും സർവഭൂതദയ ഉണ്ടാവണം. എല്ലാ ജീവികളിലും ഉള്ളത് അതേ ഒരു ചൈതന്യം, നമ്മുടെ ഉള്ളിലുള്ള അതേ ചൈതന്യം തന്നെയാണ് മറ്റെല്ലാ ജീവികളിലും. ചരാചരാത്മാവാണ് ഭഗവാൻ അല്ലെ. ചരങ്ങളിലും അചരങ്ങളിലും എല്ലാം ഒരേ ഒരു ആ സെയിം ടു സെയിം ആയിട്ടുള്ള ആ ഇതാണ് ദൈവിക ആ സ്പിരിച്വൽ ആയിട്ടുള്ള സ്പാർക്കാണ് അവിടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരേപോലെ ഉള്ള ആത്മാക്കളാണ് ഉള്ളത് എന്ന് അറിയുന്നവർ സ്പഷ്ടമായിട്ട് അയാൾക്ക് പിന്നെ മനസ്സിലാവും. ഗുരു അയാളെ അങ്ങനെയാണ് അല്ലെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച സത്യദർശിയായ ഗുരുവിൽ നിന്ന് അറിവ് നേടുന്നതിന്റെ ഫലം സമസ്ത ഭൂതജാലങ്ങളും ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഭിന്ന അംശങ്ങളാണെന്ന ബോധമുദിക്കലാണ്. എല്ലാ ജീവാത്മാക്കളും അല്ലെ. അതിപ്പോ ചരങ്ങളുണ്ട്, ചരങ്ങള് നമ്മള് സമുദ്രത്തിനെ പൂജിക്കും അല്ലെ, പർവ്വതത്തിനെ പൂജിക്കും അല്ലെ. എല്ലാത്തിലും ആത്മാവുണ്ട് എന്ന് വിശ്വസിക്കും നമ്മള്. എല്ലാത്തിനെയും ഭഗവാനായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. കൃഷ്ണൻ ചരിത്രപുരുഷൻ മാത്രമാണെന്നും അവ്യക്തിഗത ബ്രഹ്മമാണെന്നും വിചാരിച്ച് ഭഗവാനെ അവഗണിക്കുന്നവരുണ്ട്.
പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനാണ് സർവകാരണങ്ങളുടെയും കാരണമെന്ന് ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്. നിരപേക്ഷ തത്വം എന്നാൽ ഒന്നും കൂട്ടിയാൽ ഒന്ന്, ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ചാലും ഒന്ന് തന്നെ എന്നതാണ്. മായാവാദികളായ പണ്ഡിതന്മാർക്ക് ഇത് അറിഞ്ഞുകൂടാ. എന്ത് ചെയ്താലും എല്ലാം ഭഗവാനാണ് എന്നറിയുമ്പോ ആ നിരപേക്ഷ തത്വം ഒന്നും കൂട്ടിയാലും ഒന്ന്, ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ചാലും ഒന്ന് എന്ന് പറഞ്ഞ മാതിരി ആണ്. എല്ലാം ഭഗവാനാവുമ്പോ പിന്നെ ഒന്നും അതിൽ കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കാനോ ഒന്നും ഇല്ല, അല്ലെ? നിരപേക്ഷമായ ശാസ്ത്രത്തിൽ വേണ്ടുന്നത്ര അറിവ് നേടാത്തത് കൊണ്ട് നാം ഇന്നും മായയാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. തനിക്ക് ബന്ധുക്കളോടുള്ള ക്ഷണികമായ ശാരീരിക ബന്ധത്തെ കൃഷ്ണനോടുള്ള ശാശ്വതമായ ആത്മീയ ബന്ധത്തെക്കാൾ അർജുനനെ മാനിക്കുന്നത് മായ കൊണ്ടാണ്. അപ്പോ ഭഗവാന് നിത്യബന്ധുവായിട്ടുള്ള ഭഗവാൻ കൂടെയുണ്ട് അർജുനന്റെ. എന്നിട്ടും മറ്റുള്ളവരെ ശാരീരിക ബന്ധപ്രകാരം അവരെ വധിക്കേണ്ടി വരുമല്ലോ എന്നോർത്തിട്ടുള്ള ആ വിഷമായിരുന്നു അർജുനന്, അല്ലെ? മായ കൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത്. എല്ലാത്തിനും ആധാരമായിട്ടുള്ള ഭഗവാൻ എന്റെ കൂടെയുണ്ട്, പിന്നെ ഭഗവാന്റെ ആജ്ഞ അനുസരിക്കൽ മാത്രമാണ് എനിക്ക് വേണ്ടതുള്ളൂ എന്ന് കരുതാമായിരുന്നു, അല്ലെ അർജുനന്? അപ്പോ മായ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. കൃഷ്ണാവബോധത്തിലൂടെ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടാൽ ഈ മായയിൽ നിന്ന് മുക്തരാവാം. മായയുടെ പിടിയിൽ നിന്ന് എപ്പോഴാ വിടാൻ പറ്റുക? കൃഷ്ണാവബോധത്തിലൂടെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടാം. അപ്പോഴും മായ നമ്മളെ പിന്നെ പിടികൂടില്ല. പരമാത്മാവായ ശ്രീകൃഷ്ണനാണ് എല്ലാ ജീവസത്തകളുടെയും പരമ ആശ്രയം. മുക്തമെന്നാൽ കൃഷ്ണന്റെ നിത്യദാസൻ എന്ന സ്വരൂപ പ്രാപ്തിയാണ് കൃഷ്ണാവബോധം. അതാണ്, അതായത് നമ്മള് ഭഗവാന്റെ നിത്യദാസരാണ് എന്നറിഞ്ഞ് ഭഗവത് സേവന നിരതരാവുക. അതാണ് കൃഷ്ണാവബോധത്തിന്റെ പരമകാഷ്ഠ. ശ്ലോകം 36. അഭിജേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമ സർവം ജ്ഞാനപ്ലവേനൈവ വൃജിനം സന്തരിഷ്യസി. പാപികളിൽ വെച്ച് മഹാപാപിയാണെന്നിരിക്കലും അതീന്ദ്രിയ ജ്ഞാനമാകുന്ന തോണിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ നിനക്ക് ഈ ദുഃഖസമുദ്രം തരണം ചെയ്യാൻ സാധിക്കും. പാപം കുറെ ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്ത ആളാണെന്നുണ്ടെങ്കിലും ഈ ജ്ഞാനം, ഭഗവാനെ കുറിച്ചുള്ള അറിവ് സമ്പാദിക്കാൻ തുനിയാണെന്നുണ്ടെങ്കിൽ ഈ ദുഃഖസമുദ്രം, ആ തോണി ഉപയോഗിച്ച്, ജ്ഞാനമാകുന്ന തോണി കൊണ്ട് ഈ ദുഃഖസമുദ്രം തരണം ചെയ്യാൻ പറ്റും. ഈ ഭവസാഗരം, അല്ലെ, സംസാര സാഗരം തരണം ചെയ്യാൻ ഒരാൾക്ക് സാധിക്കും. എത്ര പാപിയാണെങ്കിലും ഭഗവത് സേവനം ചെയ്യാൻ ഉള്ള ജ്ഞാനം ആർജിക്കുക, അതായത് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ആർജിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ഈ ദുഃഖ സമുദ്രം തരണം ചെയ്യാൻ സാധിക്കും. കൃഷ്ണനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള തന്റെ മൂലസ്വരൂപത്തെക്കുറിച്ച് വ്യക്തമായ അറിവ് അജ്ഞാനമാകുന്ന സമുദ്രത്തിലെ നിലയ്ക്കാത്ത ജീവിത സമരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അതിന് കഴിയും. അപ്പോ നമ്മുടെ മൂലസ്വരൂപം ഭഗവത് ദാസരാണ് നമ്മള്. ഭഗവത് സേവനമാണ് നമ്മളുടെ കടമ എന്നറിയാം. 37. യഥൈധാംസി സമിധോഗ്നിർ ഭസ്മസാത് കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. അല്ലയോ അർജുന, കത്തുന്ന തീയ വിറകിനെ എന്ന പോലെ ജ്ഞാനമാകുന്ന അഗ്നി സർവകർമ്മ ഫലങ്ങളെയും ഭസ്മമാക്കും. അപ്പൊ ജ്ഞാനം നേടിയാൽ മതി നമ്മൾ, അല്ലെ? ഭഗവാനെ കുറിച്ചുള്ള എല്ലാ അറിവുണ്ടായാൽ മതി നമുക്ക്. അപ്പൊ എന്താ, നമ്മുടെ കർമ്മഫലങ്ങളൊക്കെ ഭസ്മമാക്കി പോകും. പിന്നെ ഏതുപോലെ കത്തുന്ന തീയെ വിറകിനെ ഭസ്മമാക്കി കളയാറുണ്ട്, അല്ലെ? അതുപോലെയാണ് ഈ ജ്ഞാനാഗ്നിയില് എല്ലാ കർമ്മഫലങ്ങളും ദഹിച്ച് ഭസ്മമായി പോയിക്കോളും. ജീവാത്മാവ്, പരമാത്മാവ് ഇവരുടെ പരസ്പര ബന്ധം എന്നിവയെ കുറിച്ച് പൂർണ്ണജ്ഞാനത്തെ ഇവിടെ അഗ്നിയോട് ഉപമിച്ചിരിക്കുന്നു. ആ ജ്ഞാന അഗ്നി എന്നാണ് പറയണേ. പാപകർമ്മങ്ങളുടെ മാത്രമല്ല പുണ്യകർമ്മങ്ങളുടെയും ഫലങ്ങൾ ഈ അഗ്നിയിൽ ചാമ്പലാവും. ഒരാൾ പൂർണ്ണ ജ്ഞാനാവസ്ഥയിൽ എത്തുമ്പോൾ കഴിഞ്ഞതും കഴിയാനിരിക്കുന്നതുമായ എല്ലാ കർമ്മഫലങ്ങളും നശിച്ചു കൊള്ളും. അപ്പൊ പൂർണ്ണ ജ്ഞാനാവസ്ഥയിൽ എത്തിയാൽ മതി. അപ്പോഴോ ഇനി മുമ്പുണ്ടായിരുന്ന കർമ്മഫലങ്ങളും ഇനി ഉണ്ടാവാൻ പോണതും എല്ലാം നശിക്കും. 38 നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തൽ സ്വയം യോഗ സംസിദ്ധ കാലേന ആത്മനി വിന്ദതി. ഈ ലോകത്തിൽ അതീന്ദ്രിയ ജ്ഞാനം പോലെ പരിശുദ്ധവും ശ്രേഷ്ഠവുമായി മറ്റൊന്നില്ല. ആ ജ്ഞാനം ആധ്യാത്മിക ദർശനത്തിന്റെ പരിപക്വ ഫലമാണ്. ഭക്തിയോഗ പരിശീലനത്തിൽ പ്രാവീണ്യം നേടിയ ഒരാൾക്ക് കാലക്രമേണ ഈ ജ്ഞാനം സ്വയം ആസ്വദിക്കാൻ കഴിയും.
അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച് ജീവാത്മാക്കളായ നമ്മളുമായിട്ടുള്ള ബന്ധം, എങ്ങനെ ഭഗവാനുമായിട്ട് അസോസിയേറ്റ് ആവാം എന്നൊക്കെയുള്ള ജ്ഞാനം നമുക്ക് വേണം, അല്ലെ? അത് പരിശുദ്ധമാണ്, ശ്രേഷ്ഠമാണ്. അതിലും പരിശുദ്ധമായിട്ടില്ല വേറൊരു ജ്ഞാനം. ആ ജ്ഞാനം ആധ്യാത്മിക ദർശനത്തിന്റെ പരിപക്വ ഫലമാണ്, പഴുത്ത് പാകമായ ഫലമാണ്. ഭക്തി യോഗ പരിശീലനത്തിൽ പ്രാവീണ്യം നേടിയ ഒരാൾക്ക് ഇങ്ങനെയുള്ള ഈ ജ്ഞാനം ഉണ്ടല്ലോ, അത് സ്വയം ആസ്വദിക്കാൻ കഴിയും. കാരണം എന്താ? ഈ ഭക്തി യോഗ പരിശീലിക്കുക എന്ന് പറഞ്ഞ ജ്ഞാനാർജനം ചെയ്യുക, അങ്ങനെ ഭഗവാൻ തന്നെയാണ് ആ ജ്ഞാനം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അത് സ്വയം ആസ്വദിക്കാൻ ആ തലത്തിലെത്തിയ ഒരു ഭക്തന് സാധ്യമാണ്. അതീന്ദ്രിയ ജ്ഞാനം എന്നാൽ ആധ്യാത്മികമായ അറിവെന്നാണ്. ബന്ധകാരണം അജ്ഞാനം അത്രേ. മുക്തിക്ക് ഹേതു ജ്ഞാനമാണ്. അജ്ഞത കൊണ്ടാണ് മോശം കർമ്മങ്ങൾ ചെയ്യുന്നത്, ബന്ധന കാരണമാവുന്നത്. എന്നാലും മുക്തി ജ്ഞാനം ഉള്ളവര് മുക്തി ഹേതുപ്രദമായിട്ടുള്ള കർമ്മം മാത്രമാണ് ചെയ്യുള്ളൂ, അല്ലെ? ആ കർമ്മം ചെയ്യും അവര്. ജ്ഞാനം സിദ്ധിച്ചവന് സമാധാനം തേടി അലയേണ്ടി വരില്ല, ശാന്തി തന്നിൽ തന്നെ അനുഭവപ്പെടും, അല്ലെ? ജ്ഞാനം ആർജിച്ച ഒരാൾക്ക് എല്ലാം അറിയാം ഭഗവാനെ കുറിച്ച്. അവിടെ ഇവിടെയൊന്നും സമാധാനത്തിനായിട്ട് അലയണ്ട, തന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, അല്ലെ? പ്രശാന്തമായിട്ടുള്ള അവസ്ഥ. ഈ ശാന്തിയും ജ്ഞാനവും കൃഷ്ണാവബോധത്തിൽ എത്തിക്കും. ഇതാണ് ഭഗവത്ഗീതയുടെ പരമമായ സന്ദേശം. അപ്പോ ജ്ഞാനം ആർജിക്കുക ആദ്യം. അപ്പൊ നമുക്ക് സ്വയം അനുഭവിച്ചറിയാൻ പറ്റും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് പ്രശാന്തമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുന്നത് എന്ന്. അങ്ങനെ ശാന്തിയും ജ്ഞാനവും കൃഷ്ണാവബോധത്തിലേക്ക് നമ്മളെ എത്തിക്കും. അതാണ് പരമമായ സന്ദേശം ഭഗവത്ഗീതയുടെ. 39. ശ്രദ്ധാവാം ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തി അജിരേണാധിഗച്ഛതി. ഇന്ദ്രിയ സംയമനം ചെയ്തവനും ദിവ്യജ്ഞാനത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചവനും ശ്രദ്ധായുക്തനുമായ ഒരു വ്യക്തി ആ ജ്ഞാനത്തിന് അർഹൻ തന്നെ. അത് ലഭിച്ചാൽ അയാൾക്ക് വേഗത്തിൽ പരമമായ ആധ്യാത്മിക ശാന്തി കൈവരും. അപ്പൊ ഇന്ദ്രിയങ്ങളെയൊക്കെ സംയമിപ്പിക്കാൻ സാധിക്കണം, അല്ലെ? റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ എന്നിട്ടോ ദിവ്യജ്ഞാനത്തിന് വേണ്ടി സ്വയം സമർപ്പിതനാവുക. അങ്ങനെ ശ്രദ്ധായുക്തനായ ഒരു വ്യക്തി, ശ്രദ്ധ നമുക്കറിയാം ഭഗവാനിൽ വിശ്വാസമല്ലേ, ദൃഢവിശ്വാസം. അങ്ങനെയുള്ള ഒരു വ്യക്തി ജ്ഞാനാർഹനാണ്. അത് ലഭിച്ചാലോ അയാൾക്ക് പിന്നെ പരമമായ ആധ്യാത്മിക ശാന്തിയാണ് കൈവരിക. കൃഷ്ണനിൽ ദൃഢവിശ്വാസമുള്ള ഒരാൾക്ക് കൃഷ്ണാവബോധത്തിലുള്ള ആ ജ്ഞാനം നേടാം. കൃഷ്ണാവബോധപൂർവം പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രം ആത്യന്തികമായ പൂർണ്ണതയിൽ എത്താമെന്നുള്ള വ്യക്തിയെ ശ്രദ്ധാവാൻ എന്ന് പറയും. കൃഷ്ണനിൽ വിശ്വാസവും ഇന്ദ്രിയ ദമനവുമുള്ള ഒരാൾക്ക് പരിപൂർണമായ കൃഷ്ണാവബോധ ജ്ഞാനം അനായാസേന താമസം വിനാ ലഭ്യമാവും. ഭഗവാനിൽ വിശ്വാസം ഉണ്ടാവുക, ഇന്ദ്രിയങ്ങളെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുക, അങ്ങനെയുള്ള ആൾക്ക് കൃഷ്ണാവബോധ ജ്ഞാനം എളുപ്പത്തിൽ തന്നെ ലഭിച്ചോളും. 40. അജ്ഞശ്ച ശ്രദ്ധധാനശ്ച സംശയാത്മാ വിനശ്യതി നായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മന. ധർമ്മശാസ്ത്രങ്ങളെ സംശയദൃഷ്ടി വീക്ഷിക്കുന്ന അജ്ഞരും അവിശ്വാസികളുമായവർക്ക് ഈശ്വര അവബോധം ലഭിക്കുന്നില്ല. അവർ അധപ്പതിക്കുന്നു. സംശയാലുവായ ജീവന് ഇഹലോകത്തിലും പരലോകത്തിലും സന്തുഷ്ടി ലഭ്യമല്ല. അപ്പൊ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെയൊക്കെ സംശയദൃഷ്ടിയാ വീക്ഷിക്കും. അതിലെഴുതിയതൊക്കെ അതൊന്നും ശരിയല്ല, യാഥാർത്ഥ്യമല്ല എന്നൊക്കെ പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യണവര് അജ്ഞരാണ്, അവിശ്വാസികളാണ്. അവർക്ക് ഈശ്വരാവബോധം ഒരു കാലത്തും ലഭിക്കില്ല, അവരെ അധപ്പതിച്ചു പോവുകയുള്ളൂ. സംശയാലുവായിട്ടുള്ള ജീവന് ഇഹലോകത്തിലും പരലോകത്തിലും സന്തുഷ്ടി ലഭിക്കില്ല എന്ന്. സംശയാത്മാ വിനശ്യതി എന്നാ പറഞ്ഞേ. സംശയമുള്ള ആളുടെ പരമനാശമാണ് ഉണ്ടാവുക. ഭഗവത്ഗീതയെ പോലുള്ള ധർമ്മഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്ന മറ്റു ചിലർക്കാവട്ടെ ശ്രീകൃഷ്ണ ഭഗവാനിൽ വിശ്വാസമില്ല, അദ്ദേഹത്തെ ആരാധിക്കില്ല. അങ്ങനെയുള്ളവർക്ക് കൃഷ്ണാവബോധത്തിൽ ഒരു നിലനിൽപ്പില്ല. അവർ വീണുപോകും, അധപ്പതിച്ചു പോകും. അവിശ്വാസികളും സദാ സംശയാലുക്കളുമായ കൂട്ടർക്കാണ് ലഭിക്കലും ഉയർച്ച സിദ്ധിക്കാതെ വരുന്നത്. അവർക്ക് കിട്ടിയിട്ടുണ്ടാവും, കൈകളിൽ എത്തിയിട്ടുണ്ടാവും, എന്നാൽ അത് സിദ്ധിക്കാൻ സാധിക്കില്ല. ഉയർച്ച കൈവരിക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം എന്താ? അവർക്ക് ദൃഢവിശ്വാസം ഇല്ല, അല്ലെ? ശ്രദ്ധയില്ല. അതുകൊണ്ട് തന്നെ അപ്പൊ ഈശ്വരനിലോ അവിടുത്തെ വചനങ്ങളിലോ വിശ്വസിക്കാത്തവർ ഈ ലോകത്തിൽ ഒരു നന്മയും കണ്ടെത്താറില്ല. സംശയാലുക്കൾക്ക് ആ ആധ്യാത്മികമായ മുക്തിപദത്തിന് അർഹതയേ ഇല്ല.
ഒരാൾക്ക് വിജയം നേടണമെങ്കിൽ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ശ്രേഷ്ഠരായ ആചാര്യന്മാരുടെ കാലടിപ്പാടുകളെ പിന്തുടരുക തന്നെ വേണം. അല്ലാതെ പെട്ടെന്നൊന്നും നമുക്ക് ഭഗവാനെ കിട്ടില്ല, അല്ലേ? ഗുരുവിന്റെ സഹായം വേണം, കഠിനമായ പരിശ്രമം വേണം, നിശ്ചയദാർഢ്യം വേണം, അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റണം, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്ത് വരുന്ന വേളയിൽ നമ്മൾ താഴോട്ട് പോകും. അത് വരരുത്. 41 യോഗസന്യസ്ത കർമാണാം ജ്ഞാന സംശയം ആത്മബന്ധം ന കർമാണി നിബന്ധന്തി ധനഞ്ജയ. അല്ലയോ ധനഞ്ജയ, തന്റെ കർമ്മഫലങ്ങൾ ത്യജിച്ച് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നവൻ ആധ്യാത്മിക ജ്ഞാനത്താൽ സംശയങ്ങളെല്ലാം നീങ്ങി യഥാർത്ഥത്തിൽ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നു. അപ്രകാരം അയാൾ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. പറയാണ് ധനഞ്ജയൻ, അല്ലേ? യജ്ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ധനം സമാഹരിച്ച ആള്, അപ്പോഴാ ധനഞ്ജയൻ എന്ന് പേര് വന്നേ. തന്റെ കർമ്മഫലങ്ങൾ ത്യജിച്ചിട്ട് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന ഒരാള് ആധ്യാത്മിക ജ്ഞാനത്താലെ എല്ലാ സംശയങ്ങളും നീങ്ങിയിട്ട് ആത്മസ്ഥിതനാവും. അങ്ങനെ അയാൾ കർമ്മഫലങ്ങളാൽ പിന്നെ ബന്ധിക്കപ്പെടില്ല. എല്ലാം ഭക്തിയുത ഭഗവത് സേവനമായിട്ട് ചെയ്യാം, എല്ലാ കർമ്മങ്ങളും. അതന്നെ വീണ്ടും വീണ്ടും ഭഗവാൻ പറഞ്ഞു തരണത്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ സ്വയം അരുളി ചെയ്ത ഗീതോപദേശം അതേപടി അനുസരിക്കുന്ന വ്യക്തി അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ കാരുണ്യത്താൽ എല്ലാ സംശയങ്ങളിൽ നിന്നും മുക്തനാകും. കൃഷ്ണാവബോധമാർന്ന അയാൾ ആത്മനിഷ്ഠനായി കഴിഞ്ഞു. അതുകൊണ്ട് കർമ്മബന്ധങ്ങൾക്ക് അതീതനുമായി. അപ്പൊ കർമ്മബന്ധങ്ങൾക്ക് ആരാണ് അധീനനാവുക? ഭഗവാന് ശരണാഗതി ചെയ്യണം, അല്ലേ? അപ്പൊ അതീന്ദ്രിയ ജ്ഞാനം സമ്പാദിക്കുക ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചാലാണ് അത് നമ്മുടെ ഉള്ളിൽ വെളിവായി കിട്ടുക. ഹരേ കൃഷ്ണ. 42 തസ്മാദജ്ഞാന സംഭൂതം ഹൃഷ്ടം ജ്ഞാനാസിനാത്മന ചിത്വേനം സംശയം യോഗമാതിഷ്ഠോത്തിഷ്ഠ ഭാരത. അങ്ങനെ അജ്ഞാനത്താൽ നിനക്കുണ്ടായ സംശയങ്ങളെ ജ്ഞാനത്തിന്റെ വാൾ കൊണ്ടറുത്ത് യോഗനിഷ്ഠനായി എഴുന്നേൽക്കൂ ഭാരത, യുദ്ധം ചെയ്യൂ. ഇപ്പൊ അതീന്ദ്രിയ ജ്ഞാനം എങ്ങനെ സമ്പാദിക്കാം എന്ന് ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു, അല്ലെ? അജ്ഞാനം കൊണ്ട് നിനക്ക് വിഭ്രാന്തി ഉണ്ടായിരുന്നു, വിഷാദം ഉണ്ടായിരുന്നു, അല്ലെ? ഇപ്പൊ നിന്റെ സംശയങ്ങളെയൊക്കെ ജ്ഞാനത്തിന്റെ വാളുകൊണ്ട് അറുത്ത് യോഗനിഷ്ഠനായിട്ട് എഴുന്നേൽക്കൂ, എന്നിട്ട് യുദ്ധം ചെയ്യൂ അർജുന എന്ന് ഭഗവാൻ പറയാണ്. സനാതന യോഗം എന്നാണ് യോഗ പദ്ധതിയുടെ പേര്. ഈ യോഗത്തിന് 2 വിധം യജ്ഞശാഖകളുണ്ട്. ഒന്ന് ദ്രവ്യയജ്ഞം, മറ്റത് ആത്മജ്ഞാനം. പരമപുരുഷനെ സംബന്ധിക്കുന്ന സത്യമായിട്ടുള്ളതും ഭഗവത്ഗീത നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ മുന്നേറുന്നവർക്ക് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ ഈ 2 വിഭാഗങ്ങളും എളുപ്പത്തില് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ദ്രവ്യയജ്ഞാണ്, ഒന്ന് ആത്മജ്ഞാനം, ജ്ഞാനയജ്ഞമാണ്. അപ്പോ നമ്മുടെ കയ്യിലുള്ളത് എന്തും ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള അതീന്ദ്രിയ ജ്ഞാനം സമ്പാദിക്കാം. പരമപുരുഷനെ സംബന്ധിക്കുന്ന അസത്യമായിട്ടുള്ളതും ഭഗവത്ഗീത നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ മുന്നേറുന്നവർക്ക് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ ഈ 2 വിഭാഗങ്ങളും മനസ്സിലാവും, അല്ലെ? ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ആ വാക്കുകളെ വിശ്വസിക്കുക, അല്ലെ? അങ്ങനെ ഗീതോപദേശങ്ങളെ ഉൾക്കൊള്ളാത്തവൻ അവിശ്വാസിയാണ്. തനിക്ക് ഭഗവാൻ നൽകിയിട്ടുള്ള പരിമിതമായ സ്വാതന്ത്ര്യത്തെ അയാൾ ദുരുപയോഗപ്പെടുത്തുന്നു. ഭഗവാൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, അല്ലെ? എല്ലാം ഭഗവാനാൽ നൽകപ്പെട്ടതാ, നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നിത്യം ജീവിക്കുന്നത് ഇവിടെ. അങ്ങനെയുള്ളപ്പോ നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് വേണം പ്രവർത്തിക്കാൻ, അല്ലെ? കൃഷ്ണനിൽ വിശ്വാസമില്ലാത്തവന് പതനം നിശ്ചയമാണ്. അതുകൊണ്ട് ഗീതയോ മറ്റേതെങ്കിലും വൈദിക ഗ്രന്ഥങ്ങളോ പഠിക്കേണ്ടത് വിശ്വാസിനായ ഒരു ആധ്യാത്മിക ഗുരുവിനെ ശരണം പ്രാപിച്ചുകൊണ്ടായിരിക്കണം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ സൂര്യദേവന് നൽകിയതും പിന്നീട് ഭൂലോകത്തിൽ പ്രചരിച്ചതുമായ ഗീതോപദേശങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള ഒരു ആചാര്യൻ വ്യതിചലിക്കുകയില്ല. നന്നായിട്ട് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയ ആള് പിന്നെ ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കില്ല ഒരിക്കലും. വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്ന സ്വാർത്ഥ തൽപരരെ സൂക്ഷിക്കുക. ഭഗവാൻ നിശ്ചയമായും പരമപുരുഷനാണ്. അവിടുത്തെ പ്രവർത്തനങ്ങൾ അതീന്ദ്രിയങ്ങളാണ്. ഇതറിഞ്ഞവർ ഗീതാധ്യായനത്തിന്റെ ആരംഭം മുതൽക്കേ വിമുക്തനാവുന്നു. ഭഗവാന്റെ ആ സർവ ശ്രേഷ്ഠതമമായിട്ടുള്ള ആ സ്റ്റാറ്റസ് ശരിയായി മനസ്സിലാക്കിയ ആള് മുക്തനാണ്. ബദ്ധാത്മാവല്ല, പിന്നെ മുക്താത്മാവാണ്. എല്ലാത്തിൽ നിന്നും മുക്തനായിട്ടുണ്ട്.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഹരേ കൃഷ്ണ മാതാജി, ഈ വിഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? വിഭക്തി വിഭക്തി എന്ന് പറഞ്ഞാൽ അത് സാഹിത്യത്തിലുള്ളതാ, മലയാള സാഹിത്യത്തില് ഉള്ള കാര്യങ്ങള്. സാഹിത്യ രചനയില് അപ്പൊ കാവ്യഭംഗി. അപ്പൊ പൂന്താൻ എഴുതിയ കവിതയില് കാവ്യഭംഗി ഇല്ല എന്നായിരിക്കുമല്ലേ ഉദ്ദേശിച്ചത്? അതെ അതെ, കാവ്യഭംഗി, അതുപോലെ സമാസം ഒപ്പിച്ചെഴുതുക, അങ്ങനെയൊക്കെ ഇല്ലേ കുറെ സാഹിത്യത്തില്. മലയാളം ലിറ്ററേച്ചർ പഠിച്ചവർക്ക് അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും. അതൊന്നും ഇല്ലാന്ന്. ഹരേ കൃഷ്ണ. സംസ്കൃത ഭാഷാ പണ്ഡിതനൊന്നും ആയിരുന്നില്ല പൂന്താനം, പക്ഷെ മേൽപ്പത്തൂര് സംസ്കൃത ഭാഷാ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് വിഭക്തിയും എല്ലാം സാഹിത്യത്തിലെ ആ കാവ്യഭംഗിയൊത്ത് എഴുതണതും ഒക്കെ അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം. അപ്പൊ അദ്ദേഹത്തിന് ഈ രചന കണ്ടപ്പോ ഇഷ്ടപ്പെട്ടില്ല, അപ്പോഴാണ് പറയണത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെന്തെങ്കിലും? ഹരേ കൃഷ്ണ മാതാജി, ധനഞ്ജയൻ എന്ന് മാതാജി പറഞ്ഞതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നല്ലോ. ധനഞ്ജയൻ, അതായത് യജ്ഞത്തിന് വേണ്ടിയിട്ട് യജ്ഞസംഭാര ദ്രവ്യങ്ങൾ സംഭരിക്കുന്ന വേളയില് ധനം സംഭരിക്കുന്ന പ്രവൃത്തിയായിരുന്നു അർജുനന് കൊടുത്തത്. അപ്പൊ അർജുനന്റെ അടുത്ത് ധാരാളം ധനം ഇങ്ങനെ കുമിഞ്ഞു കൂടാൻ തുടങ്ങി. എത്ര എടുക്കുന്നോ അതിന്റെ ഇരട്ടിയായിട്ട് വർദ്ധിക്കും അർജുനന്റെ അടുത്തുള്ള ധനം. അങ്ങനെയായിരുന്നു. അങ്ങനെ അർജുനന് ധനഞ്ജയൻ എന്ന പേര്, ധനത്തിനെ ജയിച്ചവൻ എന്നുള്ള ആ പേര് കിട്ടുകയാണ്. ഹരേ കൃഷ്ണ. ഇനി എന്തെങ്കിലും? ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എഴുതിയൊരു വായിക്കൂ, എടുത്തോളൂ. ഒരു ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് വായിക്കൂ. ഇന്ന് പുതിയ ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ല മാം, എല്ലാം ഇന്നലെ വായിച്ചല്ലോ. ഇന്നലെ എല്ലാം വായിച്ചതാ. അത്രേ ഉള്ളൂ? ഇന്നത്തെ ഒന്നും പുതിയതായിട്ടില്ല. 14 ചോദ്യം ഇന്നലെ വായിച്ചായിരുന്നല്ലോ മാതാജി. അപ്പൊ ഇന്ന് പഠിപ്പിച്ചെടുത്ത ചോദ്യം ഉണ്ടാവില്ലേ? അതിലില്ല, അത് വന്നിട്ടില്ല. ചോദ്യം ഇട്ടിട്ടില്ല. മറ്റേതേ ഇട്ടിട്ടുള്ളൂ. ധന്യമാതാജി, അത് ഹരേ കൃഷ്ണ. കിട്ടിയിട്ടില്ല. ഇത്ര ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ മാതാജി. നമ്മുടെ 3-ാം ചാപ്റ്ററില് മണിഭൂഷണ മാതാജി ഷെയർ ചെയ്ത ഫുൾ ഇട്ടിട്ടുണ്ട് മാതാജി. ഇത്രയും ഷെയർ ചെയ്ത് തന്നിട്ടുള്ളൂ അന്ന്. 21 ശ്ലോകം വരെയാ ഉള്ളത്. ശരി. പിന്നെ മാതാജിക്ക് ബിസി ആയിട്ട് എഴുതി അയച്ചിട്ടുണ്ടാവില്ല അല്ലേ? അത് പിന്നെ ഞാൻ ഒന്നുകൂടെ നമ്മുടെ അഡ്മിൻസ് ഗ്രൂപ്പിലാണ് ഇട്ടിരുന്നത് മാതാജി. ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. അന്ന് ഉണ്ടായിരുന്നില്ല, പക്ഷെ അന്ന് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിരുന്നില്ലേ, നമുക്ക് അതില് ക്വസ്റ്റ്യൻ ഇട്ടതില് ചാപ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെയാണ് മാതാജി പിന്നെ അത് ഇട്ട് തന്നത്. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ഇല്ല, 3-ാമത്തതിന് ഇത്രേ ഇട്ടിട്ടുള്ളൂ മാതാജി. 3 അല്ല 4. അല്ല, 3-ാമത്തെ അധ്യായത്തിലും 13 ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളല്ലോ മാതാജി. അതെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതും 13 ഉള്ളായിരുന്നു. അത് പക്ഷെ 3:30 വരെ ഉണ്ട്, ശ്ലോകം 30 വരെ. ഇതിന് ഇത്രേ ഉള്ളൂ മാതാജി. ഇത് അന്നേരം ഇത്രേ കാണത്തുള്ളൂ. 4:21 വരെ ഉണ്ട് ശ്ലോകം. ഇത്രേ ഇട്ടിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ഹരേ കൃഷ്ണ. നല്ല ഗുരുവിനെ
ആ നല്ല ഗുരുവിനെ കിട്ടാനാണ്. ഗുരുവിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഗുരുവിനെ കിട്ടിയ ഗുരു നമ്മളെയും ടെസ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ഇത് സാധിക്കുള്ളൂ. ഏതെങ്കിലും ഒരു മിഥ്യാചാരനെ ചെന്നൊന്നും പിടിക്കരുത്. അതിനാണ് നമ്മൾ ഗുരു പരമ്പരയിലൂടെ വന്ന ആ സ്ഥലത്തേക്ക് എന്തായാലും ഭഗവത് കൃപയുണ്ടെങ്കിൽ ഗുരു നമ്മുടെ മുമ്പിൽ വന്ന് വരുമെന്നാ പറയാ. ഇപ്പോ പരീക്ഷിത്ത് മഹാരാജാവ് 7 ദിവസത്തിനുള്ളിൽ മരിക്കും, സർപ്പദംശനമേറ്റ് മരിക്കും എന്നുള്ള ശാപം കിട്ടി. അദ്ദേഹം രാജ്യഭാരം എല്ലാം ഉപേക്ഷിച്ചു. ഇനി ഉറപ്പായി ഇനി 7 ദിവസമേ ഉള്ളൂ ജീവിതം. നമ്മൾക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാ നമ്മള് തോന്നിവാസമൊക്കെ കാണിച്ച് നടക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഉറപ്പായി ഇനി 7 ദിവസമേ ഉള്ളൂ എന്ന്. അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം പ്രായോപവേശം ചെയ്തു. ഗംഗാതീരത്ത് ചെന്ന് ഇരിപ്പായി. അപ്പോഴവിടേക്ക് ശുഗബ്രഹ്മർഷി, 16 വയസ്സ് മാത്രം പ്രായമുള്ള ശുഗബ്രഹ്മർഷി വരികയാണ്. അപ്പോ ഒരു ഭക്തൻ ആഗ്രഹിച്ചു, ഇങ്ങനെ 7 ദിവസം മാത്രം ആയുസ്സുള്ള എനിക്ക് ശ്രേയസിന് എന്താണ് മാർഗം, ആരെനിക്ക് പറഞ്ഞു തരും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഭക്തൻ അവിടെ എത്തിയപ്പോഴ് ആ ഭഗവാന്റെ കൃപ കൊണ്ട് ഗുരു അവിടെ എത്തി. ഗുരുവിന് ലെറ്റർ അയച്ചില്ല, ഫോണൊന്നും ചെയ്തില്ല. ഗുരു അവിടെ എത്താണ്. അങ്ങനെ ആ പരീക്ഷിത്ത് മഹാരാജാവിന് ശുഗബ്രഹ്മർഷി ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ 7ാമത്തെ ദിവസമായപ്പോഴേക്കും അദ്ദേഹത്തിന് യാതൊരു മരണഭയവുമില്ല. അദ്ദേഹം വിമുക്തനായി കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ ശരീരം വെറുതെ ആ സർപ്പം ഒന്ന് വന്ന് കൊത്തി അത് ഭസ്മമാക്കി. പക്ഷെ അദ്ദേഹം അതിനു മുമ്പേ തന്നെ ആ ഭൗതിക തലത്തിൽ നിന്നൊക്കെ അദ്ദേഹം വിമുക്തനായി കഴിഞ്ഞിരുന്നു. അപ്പൊ നമ്മള് ആഗ്രഹം ഉണ്ടാവുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. അപ്പോ സമയമാവുമ്പോ ഗുരു തന്നെ നമ്മുടെ മുമ്പിൽ വരും എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ ആ ഗുരുവിന്റെ മുമ്പിലേക്ക് എത്തിപ്പെടും എന്നാണ് പറയാ. അതിന് നമ്മുടെ ആ തീവ്രമായിട്ടുള്ള ശ്രമം ഉണ്ടാവണം, ആത്മാർത്ഥമായിട്ടുള്ള ആ ഭഗവാനിലേക്കുള്ള ഭക്തി ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ ഗുരുവിനെ കിട്ടുക. യഥാർത്ഥ ഗുരുവിനെ കിട്ടണം. അവിടെ ഇവിടെയൊക്കെ പോയിട്ട് നമ്മൾ കബളിപ്പിക്കപ്പെടരുത്. അതിനാണ് നമ്മളുടെ ആ ആറ്റിറ്റ്യൂഡ് ശരിയായിരിക്കണം. ശരിയായ രീതിയിൽ എത്ര ആത്മാർത്ഥമായിട്ട് നമ്മൾ അത് ചിന്തിക്കുന്നുണ്ടോ അത്രയും ആത്മാർത്ഥമായിട്ട് തന്നെ നമുക്ക് റിസൾട്ടും കിട്ടും. ആത്മീയതയിൽ അങ്ങനെയാ. അവിടെ കച്ചവടം ഇല്ലല്ലോ. ആത്മീയതയില്, ഭൗതികതയിലല്ലേ കച്ചവടം. ഇത്ര തന്നാ അത് തരാം, അങ്ങനെ തന്നാ ഇങ്ങനെ വരാം, അങ്ങനെയൊക്കെ ഉള്ളത്. ആത്മീയതയിലെ ആത്മാർത്ഥതയ്ക്കാണ്, ആ ഭാവനയ്ക്കാണ് പ്രാധാന്യം. നമ്മൾ ആരുടെ അടുത്ത് നിന്നാണ് പഠിക്കുന്നത് അവരായിരിക്കില്ലേ മാതാജി നമ്മുടെ ഗുരു? അപ്പൊ ഞങ്ങളിപ്പം മാതാജിയുടെ അടുത്ത് നിന്നാണല്ലോ പഠിക്കുന്നേ. അപ്പൊ മാതാജി ഞങ്ങളുടെ ഗുരുവാണല്ലോ. അത് നമ്മള് ശിക്ഷാ ഗുരുക്കള് അനവധി ഉണ്ടാവാം ഒരാൾക്ക്. പക്ഷെ ദീക്ഷാ ഗുരു ഒന്നേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞങ്ങളൊക്കെ ദീക്ഷ എടുത്തത് ഞങ്ങളുടെ ഒരു ഗുരു മഹാരാജിൽ നിന്നാ. ദീക്ഷ എടുക്കുന്നത് നമുക്ക് ഒരേ ഒരു ഗുരു ആയിരിക്കും. ശിക്ഷ നമുക്ക് പല 1000 ഗുരുക്കന്മാര് നമ്മളെ 1ാം ക്ലാസ് തൊട്ട് നമ്മളെ എത്ര പേര് പഠിപ്പിച്ചു, അവരൊക്കെ നമ്മുടെ ശിക്ഷാ ഗുരു തന്നെ. അതുപോലെ പക്ഷെ ദീക്ഷാ ഗുരു ഒന്നേ ഉണ്ടാവുള്ളൂ. ആ ദീക്ഷാ ഗുരുവാണ് നമ്മുടെ ആ ഭഗവാന്റെ പ്രതിനിധിയായിട്ട് നമ്മളെ നയിക്കാനുള്ള ആള്. ദീക്ഷ നൽകുക എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നൽകുന്നത്? ആ ദീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ട നിർദ്ദേശം തരികയാണ്. ഭഗവാനുമായിട്ടുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണ് ഗുരു നമ്മളുടെ. അതെങ്ങനെ കണ്ടെത്തും? എപ്പോ? അതെങ്ങനെയെന്ന് വെച്ചാ നമ്മൾ ആ ഗുരുവിനെ കുറിച്ച് ഇപ്പൊ ഞങ്ങളിപ്പോ ദീക്ഷ എടുത്തു ഈ ഗുരുവിന്റെ അടുത്തുനിന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ഗുരു മഹാരാജിനെ കുറിച്ചിട്ട് നന്നായി മനസ്സിലാക്കി. അപ്പൊ അദ്ദേഹം അത്ര കരകളഞ്ഞ ഒരു ഭക്തനാണ്, ഭക്തോത്തമനാണ് എന്ന് കണ്ടപ്പോ നമ്മളെ ഉയർത്താനുള്ള കഴിവ് അദ്ദേഹത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഗുരു മതി, ആ ഗുരുവിന്റെ അടുത്ത് ദീക്ഷ എടുക്കാം എന്ന് തീരുമാനിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഇസ്കോൺ എന്നുള്ള ആ ഭക്തി പ്രസ്ഥാനത്തിൽ വന്നപ്പോ ആ ഭക്തി പ്രസ്ഥാനത്തിലെ ഏറ്റവും പരമോന്നതനായിട്ടുള്ള ഗുരു തന്നെയാണ് ജയപതാക സ്വാമി മഹാരാജ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ദീക്ഷ എടുക്കാൻ ആഗ്രഹിച്ചു. അതിനൊക്കെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് എന്തുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ദീക്ഷ എടുക്കുന്നു എന്നൊക്കെ നമ്മളെ കൊണ്ട് തന്നെ അവര് എസ്സേ എഴുതിപ്പിക്കും. എന്നിട്ടൊക്കെയാ നമ്മളെ എത്ര ഇന്റർവ്യൂസ് കഴിഞ്ഞിട്ടാണ്. അപ്പൊ നമ്മളും ഒരു മോൾഡഡ് ആളാണ് എന്നറിയുമ്പോഴാണ് ആ ഗുരു നമ്മളെ ശിഷ്യരാക്കാൻ താല്പര്യപ്പെടുള്ളൂ.
നമ്മൾക്കും ആ ഗുരുവിനെ കുറിച്ചിട്ട് അന്വേഷിച്ചറിയാനുള്ള അവകാശമുണ്ട്. ആ ഗുരുവിൽ നിന്ന് എടുക്കണോ, എന്തുകൊണ്ടാണ് ഞാൻ ആ ഗുരുവിന്റെ നിന്ന് ദീക്ഷ എടുക്കേണ്ടത് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്താൽ മതി. അപ്പൊ ഏതെങ്കിലും ഒരു അങ്ങോട്ടത്തെ നമ്മൾ ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പം പഠിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഭഗവത്ഗീതയൊക്കെ അല്ലേ? അതെ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി പെട്ടെന്ന് മുന്നേറാൻ പറ്റും. ഉറച്ചു നിൽക്കണം. അപ്പോ ഭക്തി എന്ന് പറഞ്ഞാൽ അത് നൈരന്തര്യത്തിലൂടെയാണ് വർദ്ധിക്കുക. നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ ഇന്നിപ്പോ ഒരു പ്രാവശ്യം ഒരു മാല ജപിച്ചു, ഇനി അടുത്ത ആഴ്ചയിൽ ചെയ്യാം, അങ്ങനെയല്ല. ഇന്ന് ഒരു മാല ജപിച്ചെന്ന് വെച്ചാല് ഡെയിലി ജപിക്കുക, അടുത്ത ആഴ്ച 2 മാല ജപിക്കാൻ ശ്രമിക്കുക. നമ്മള് ഭഗവാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക, ഭഗവാനിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് നാമം ജപിക്കുക. അപ്പോഴാണ് നമ്മള് ഭഗവാനുമായിട്ട് അസോസിയേഷൻ ഉണ്ടാവുകയാണ് ചെയ്യണേ. അങ്ങനെ നമ്മൾ അതിന്റെ ദൈർഘ്യം കൂട്ടി വരുമ്പോഴ് അല്ലെ, 2 മാല 4 മാലയാക്കുമ്പോഴ് അപ്പൊ അത്രയും സമയം നമുക്ക് മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യതിചലിക്കില്ല എന്നല്ല, പക്ഷെ അതിനെ പിടിച്ചോണ്ട് വരാൻ പറ്റും നാമജപത്തിലൂടെ. അപ്പൊ ആ നാമം, അതിനാ ഒരു മാല നമ്മൾ ഉപയോഗിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പോവും, പിന്നെ എവിടെയെങ്കിലും ഒക്കെ പോവും. അപ്പൊ മാല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് മനസ്സ് പോവും ചിലപ്പോഴൊക്കെ, പക്ഷെ അതിനെ പിടിച്ചോണ്ട് വരാൻ പറ്റും. മനസ്സല്ലേ ഒരു കുരങ്ങിന്റെ പോലെയല്ലേ, അത് ആദ്യമൊന്നും അതങ്ങനെ കൂട്ടാക്കൊന്നുമില്ല. പിന്നെ അതിനെ ഇങ്ങനെ നമുക്ക് ഭൗതികതയിൽ ഇങ്ങനെ വ്യാപരിച്ചിട്ടല്ലേ പരിശീലനം കിട്ടിയിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഈ ആത്മീയതയിലേക്കുള്ള പരിശീലനം നമുക്ക് കിട്ടിയിട്ടില്ല. അതിന് കിട്ടി വരണം. ഈ ക്ലാസ് ഇങ്ങനെ നിരന്തരം കേൾക്കുന്നത് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ലെവൽ 4 വരെ എന്ന് പറയുമ്പോ എത്ര നാൾ ഉണ്ടാവും ഈ ക്ലാസ്? ഇതിപ്പോ ഇത്രയും ഡേയ്സ് അല്ലേ ഒരു ചാപ്റ്റർ. ഇതിപ്പോ ഇത്തിരിയും കൂടി സ്ലോയിലാ പോണേ. കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടാണ് ഞാനൊക്കെ എടുത്തോണ്ടിരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ 35 to 40 ഡേയ്സിൽ കഴിയും ഈ ലെവൽ 2 ആകെ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബ്രിഡ്ജ് കോഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന 3 പുസ്തകങ്ങള്, ഭക്തി രസാമൃത സിന്ധു, ഈശോപനിഷത്ത്, ഉപദേശാമൃതം, ഈ 3 പുസ്തകങ്ങളാണ് അതിൽ പഠിക്കാനുള്ളത്. അപ്പൊ അത് പഠിക്കണമെങ്കിൽ തന്നെ ഒരു പരിപക്വത വരണം, അത് ഉൾക്കൊള്ളണമെങ്കിൽ. അത് ഈ ഭഗവത്ഗീത മാത്രം പഠിച്ചത് കൊണ്ടായില്ല. അപ്പൊ അതിനുള്ള ഒരു ബ്രിഡ്ജ് കോഴ്സ് ഉണ്ട്. അതിന് എക്സാം ഒന്നുമില്ല. അത് വെറുതെ 1 ആഴ്ച 2 ആഴ്ച കൊണ്ട് അത് ക്ലാസ് എടുത്തു തരും. അപ്പോഴത് മനസ്സിലാക്കുമ്പോൾ പിന്നീട് നമ്മൾ ആ ഭക്തി രസാമൃത സിന്ധു എന്നൊക്കെയുള്ള ഉയർന്ന തലത്തിലുള്ള ആ ഒരു നോളജാണ് അവിടെ ഉണ്ടാവാൻ പോണത്. അപ്പോഴത് സമ്പാദിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും ഭക്തി ശാസ്ത്രിയാണ് പിന്നെ വരുന്നത്. ലെവൽ 4 ഉണ്ട് ഇപ്പോ ഭഗവത്ഗീതയുടെ ഓപ്പൺ ബുക്ക് പോലെയുള്ള ഇത്. ലെവൽ 4 ഞങ്ങൾ പഠിക്കുമ്പോൾ ലെവൽ 4 ഇല്ല. ഞങ്ങൾ പഠിക്കുമ്പോൾ ലെവൽ 3 കഴിഞ്ഞാൽ ഭക്തിശാസ്ത്രി. ഇപ്പൊ ലെവൽ 4 ഉണ്ട്. അത് ഭഗവത്ഗീതയെ ഒന്നും കൂടി കൂലങ്കഷമായിട്ട് പഠിച്ച് അതിനെ കുറിച്ചിട്ട് നിങ്ങൾ ഓപ്പൺ ബുക്ക് എസ്സേസ് എഴുതുക, അങ്ങനെയൊക്കെ ഓരോ ടോപ്പിക് അതിൽ നിന്ന് തരും. അപ്പൊ ബുക്ക് വെച്ചിട്ട് തന്നെ, ബുക്ക് ഉണ്ടാവും നിങ്ങളുടെ കയ്യില്, അത് ഉപയോഗിച്ചിട്ട് എഴുതി സമർപ്പിക്കണത്. അത് ലെവൽ 4 ഉണ്ട്. അത് കഴിഞ്ഞാൽ ഭക്തിശാസ്ത്രിയില് ഇതുപോലെ തന്നെ ഈ ഭഗവത്ഗീത തന്നെ ഡീറ്റെയിൽഡ് സ്റ്റഡി ഉണ്ടാവും. മാത്രല്ല ഈ പറഞ്ഞ 3 ബുക്സിന്റെയും ഡീറ്റെയിൽഡ് സ്റ്റഡിയും അവിടെ ഉണ്ടാവും ഭക്തിശാസ്ത്രിയില്. കഴിഞ്ഞാൽ പിന്നെ ഭക്തി വൈഭവ എന്ന് പറഞ്ഞാൽ അതില് ഓൺലി ശ്രീമദ് ഭാഗവതം മാത്രാണ്. അത് 6 സ്കന്ധങ്ങള് പഠിച്ച് പരീക്ഷ, ഓരോ ചാപ്റ്ററിനും പരീക്ഷ ഉണ്ടാവും. അങ്ങനെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അത് ഒരു ഡെയിലി ക്ലാസ് ആണെങ്കിൽ 1 വർഷം കൊണ്ട് തീരുമായിരിക്കും. പക്ഷെ വൈഭവയൊക്കെ ആഴ്ചയിൽ 1 ക്ലാസ് ഉണ്ടാവാറുള്ളൂ. അപ്പോ കുറെ കാലം എടുക്കും, 2 കൊല്ലത്തിലധികമൊക്കെ എടുക്കും. അങ്ങനെ വൈഭവ. അത് കഴിഞ്ഞാലും പിന്നെ ഭക്തി വേദാന്ത, ഭക്തി സാർവഭൗമ, പിന്നെ 10 കൊല്ലം പഠിക്കാം ഇങ്ങനെ. അതിനിടയ്ക്കൊക്കെ ദീക്ഷ എടുക്കാൻ പറ്റും. അങ്ങനെ ഇനി എന്തെങ്കിലും? മാതാജി ഒരു സംശയം കൂടെ. മാതാജി ഒരിക്കൽ യമധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, യമനിയമങ്ങള്, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരും മാതാജി. 4 യമനിയമങ്ങൾ നമ്മൾ പാലിക്കണം എന്നാണ്. അതെ, നമ്മുടെ ഈ ഇന്ദ്രിയ സംയമനത്തിനും ഒക്കെ ആത്മനിയന്ത്രണത്തിന്, മനസ്സിനെയൊക്കെ ഒന്ന് ചങ്ങലക്കിടാന് ഒക്കെ വേണ്ടിയിട്ടാണ്. അതിൽ നമ്മൾ ആഹാരത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കണം. മത്സ്യം, നോ മീറ്റ് ഈറ്റിംഗ്,
എന്നാണ്. അപ്പൊ അതില് മാംസം, മത്സ്യം അങ്ങനെയുള്ള, പിന്നെ ഉള്ളികൾ ഉപയോഗിക്കരുത്, ചായ, കാപ്പി, അങ്ങനെ ഇൻടോക്സിക്കേഷനുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. പിന്നെ നാച്ചുറലി ഈ എന്താ പറയാ, നോ ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ മദ്യപാനം, അങ്ങനെയുള്ള പുകവലി, അങ്ങനെയുള്ളവർക്കൊന്നും നമ്മുടെ ഇതിൽ ഉറച്ചു നിൽക്കാൻ പറ്റില്ല. അത് ഒഴിവാക്കണം. നോ മീറ്റ് ഈറ്റിംഗ്. പിന്നെ നോ ഗാംബ്ലിംഗ്. ആരെയും ചതിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവരുത്. നോ ഗാംബ്ലിംഗ്. അതുപോലെ എന്താ പറയാ, ഇത്ര വെച്ചാൽ ഇത്ര കിട്ടും, അതിലൊന്നും നമ്മൾ ആകൃഷ്ടരാവരുത്. 10 വെച്ചാൽ 100 കിട്ടും, അപ്പൊ അതിൽ ഓടിപ്പോയിട്ട് അത് ചെയ്യണം, അങ്ങനെയൊന്നുള്ള ഇതുണ്ടാവരുത്. ഗാംബ്ലിങ്ങിലൊന്നും പെടരുത്. നമ്മളും ഗാംബ്ലിങ് ആരെയും ചെയ്യരുത്. അതെ. പിന്നെ നോ ഇല്ലിസിറ്റ് സെക്സ് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചിട്ട് നമുക്ക് ജീവിക്കാം, പക്ഷെ വിവാഹേതരമായിട്ടുള്ള ബന്ധങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. ആ 4 യമനിയമങ്ങള് പാലിക്കണം. പിന്നെ നാമജപം കമ്പൽസറിലി ചെയ്യണം. പിന്നെ ABCD ഫോർമുല അത് ഫോളോ ചെയ്യാം. ഇത്രയും ചെയ്താൽ മതി. ഇത്രയും ചെയ്താൽ നമുക്ക് ആത്മീയ പുരോഗതി നേടാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ആത്മീയ ആചാര്യന്മാര് ഇങ്ങനെ ഒരു ദിനചര്യ ചിട്ടപ്പെടുത്തി ഇങ്ങനെ ഒരു നിഷ്ഠയോടെ ജീവിക്കാൻ വേണ്ടി നമ്മളെ പറയാണ്.